പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. സ്പെഷ്യൽ എൻകൗണ്ടർ ആരംഭിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പരമാവധി ഇനി 100 നാളുകൾ മാത്രമാണ്. പല ആവർത്തി പലതരത്തിൽ അത്ഭുതകരമായ ചേരിമാറ്റങ്ങൾ കണ്ട മുന്നണി രാഷ്ട്രീയത്തിൽ മറ്റൊരു വമ്പൻ ചേരിമാറ്റ സൂചനകളുടെ ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. LDF വിട്ട് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും പഴയ തട്ടകത്തിലേക്ക് UDF പോകുമോ എന്നാണ് പൊളിറ്റിക്കൽ സസ്പെൻസ്. റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും LDF നിൽക്കണം എന്ന് നിർബന്ധമുള്ളപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. N ജയരാജ് അടക്കമുള്ളവർക്ക് ചെയർമാൻ എന്ത് തീരുമാനമെടുക്കുന്നുവോ അതിനൊപ്പം ചേരും എന്നാണ് നിലപാട്. ജോസ് കെ മാണി LDF വിട്ട് UDF പോകണം എന്ന മധ്യകേരളത്തിലെ രൂപതകളുടെ താല്പര്യം ആ പാർട്ടിക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കടുത്ത തിരിച്ചടിയും ജോസ് കെ മാണിയെ ഒരു മുന്നണി മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. കേൾക്കുന്ന വാർത്തകൾ കേവല പ്രചാരണം എന്ന് തള്ളിക്കളയുന്നു മന്ത്രി VN വാസവൻ. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്ന വിസ്മയം ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റമാണോ? ചേരി മാറിയാൽ കിതപ്പാർക്ക് കുതിപ്പാർക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്പെഷ്യൽ എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ സ്പെഷ്യൽ എൻകൗണ്ടറിൽ പങ്കെടുക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് MP കൊടിക്കുന്നിൽ സുരേഷ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവും MLA മോൻസ് ജോസഫ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജോൺ മുണ്ടക്കയം എന്നിവർ. ഒപ്പം കൊട്ടാരക്കരയിൽ നിന്ന് മുൻ MLA ഐഷ പോറ്റി കൂടി ടെലിഫോണിൽ ചേരും നമ്മുടെ ചർച്ചയിൽ. ആദ്യം ഞാൻ അനിൽകുമാറിനോട് പോകുന്നു, ചോദിക്കാൻ തീരുമാനിക്കുന്നു. അനിൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരുന്ന കാര്യം, ഈ CPM-ലും ഇടതുപക്ഷത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഐഷ പോറ്റി ഇന്ന് UDF ചേക്കേറി എന്ന അവകാശവാദം ഉന്നയിച്ചു. എന്താണ് സംഭവിക്കുന്നത്? അല്ല, രാഷ്ട്രീയത്തിലെ അവസരവാദികൾ ഉണ്ടാവും, സ്ഥാനമുഖികൾ ഉണ്ടാവും, രാഷ്ട്രീയ രംഗത്ത് ചാടിക്കളിക്കുന്നവരുണ്ടാവും. അത് പുരാതന കാലം മുതലുള്ളതാണ്. ഏത് പുരാണത്തിലും ഏതൊരു യുദ്ധത്തിലും അത്തരം അവസരവാദികൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും ഒരു ജനതയുടെ ഇച്ഛാശക്തിയെ ഇല്ലാതാക്കുന്നതല്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർ ഭരണം, അത് കേരളത്തിലെ ഇച്ഛാശക്തിയുടെ, ജനങ്ങളുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമായിരിക്കും. ഇത്രയും മാതൃകാപരമായി പ്രവർത്തിച്ചൊരു ഗവൺമെന്റ് തുടരണം. ഇതിന്റെ ക്ഷേമ നടപടികൾ തുടരണം. 10 കൊല്ലക്കാലമായി കേരളത്തിൽ കാണുന്ന വികസനം തുടരണം. ഒരു വർഗീയ ലഹളയും ഇല്ലാത്ത ഒരു കേരളം, ആ നാടിനെ കാക്കുന്ന ഒരു സർക്കാർ തുടരണം. ഇതാണ് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലമാക്കാൻ മുന്നണിയെ തകർക്കണം. അതൊരു രാഷ്ട്രീയ അജണ്ടയാണ്. അതിനുള്ള പ്രൊപ്പഗണ്ട കെട്ടഴിച്ചു വിടുക, അത് ശൂന്യതയിൽ നിന്ന് രൂപീകരിക്കപ്പെടുന്നതാണ്. അത് മനസ്സിലാകുമ്പോൾ തന്നെ തിരിച്ചറിയേണ്ട കാര്യം, UDF കാര്യം മനസ്സിലായി. ഇന്നത്തെ LDF പരാജയപ്പെടുത്താനുള്ള ശക്തി UDF മുന്നണിക്കില്ല. വോട്ടിന്റെ കണക്ക് തന്നെയാണ് UDF ഭയപ്പെടുന്നത്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ താങ്കളോട് വിശദമായി താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് MP പോകുന്നു. കൊടിക്കുന്നിൽ സുരേഷ്, ഒരു കാര്യം, അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം നിങ്ങൾക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം പകർന്നു തന്നിട്ടുണ്ട് എന്നൊരു മാധ്യമപ്രവർത്തനം എന്നുള്ളതിൽ ഞാൻ കാര്യമായി മനസ്സിലാക്കുന്നു. ഒരുപാട് വിസ്മയങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതിലെ വിസ്മയം നമ്പർ 1 ആണോ ഇന്ന് സംഭവിച്ചത്? അതോ ഈ വിസ്മയം 1 എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചേരിമാറ്റമായിരിക്കുമോ? SK, വിസ്മയം 1ഉം 2ഉം കഴിഞ്ഞു. 1 എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി നേടിയതാണ്. രണ്ടാമത്തെ വിസ്മയം എന്ന് പറയുന്നത് അടുത്ത കാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF തകർപ്പൻ വിജയം നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിനെ ദയനീയമായി പരാജയപ്പെടുത്തി. ഇത് 2 വിസ്മയങ്ങളാണ് സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചത്. ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് ഇപ്പോൾ നടന്ന വിസ്മയമാണെങ്കിൽ അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിവിസ്മയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങൾ പറയുന്ന 100 സീറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട്, നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ട്, അതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് പഠിച്ചിട്ട്, കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ അവരുടെ ചിന്താഗതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ 100 സീറ്റ് പറയുന്നത്. ഇവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താ പറഞ്ഞത്? LDF അവർ 20-ൽ 18 സീറ്റ് അവർ ജയിക്കുമെന്ന് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ ബഹുഭൂരിപക്ഷം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചു?
അവർ പറഞ്ഞ ഏതെങ്കിലും കണക്ക് ശരിയായോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ അവകാശവാദം നടന്നോ? അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞോ? പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോയില്ലേ? പിണറായി വിജയന്റെ ഗവൺമെന്റിലുള്ള അവിശ്വാസം അതിശക്തമായി കേരളത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തിയില്ലേ? എന്നിട്ട് എന്താണ് ഈ പറയുന്നത്? അതുകൊണ്ട് ശ്രീ SKN ചോദിച്ച വിസ്മയം, ആ വിസ്മയം രണ്ടെണ്ണം ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി മൂന്നാമത് നടക്കാൻ പോകുന്നത് അതിവിസ്മയമാണ്. അത് താങ്കൾ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കളം ഒരുങ്ങി വരികയാണ്. ആ കളം ഒരുങ്ങി വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ സഹയാത്രികരായ ഒട്ടനവധി ആളുകൾ UDFിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണി കഴിഞ്ഞ LDFിൻ്റെ 2-3 പ്രധാനപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ സത്യാഗ്രഹം ഇരുന്നപ്പോൾ അവിടെ പോലും പങ്കെടുക്കാതെ ജോസ് കെ മാണി മാറി നിന്നതൊക്കെ തന്നെ എന്താണ് സൂചിപ്പിക്കുന്നത്? അവരൊക്കെ തന്നെ UDFിലേക്ക് വന്നാലേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് UDFിന് മാത്രമേ കേരള രാഷ്ട്രീയത്തിൽ ഭാവിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാരും അണികളും UDFിലേക്കും കോൺഗ്രസിലേക്കും വരികയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഒരു കാര്യം കൂടി, അതായത് ഇന്ന് അദ്ദേഹത്തിന് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വന്നു. ആദ്യമായിട്ട പോസ്റ്റ് പിന്നീട് അദ്ദേഹം തിരുത്തുന്നത് കണ്ടു, ജോസ് കെ മാണി. എന്നാൽ ഈ കാഞ്ഞിരപ്പള്ളി അതുപോലെ ചങ്ങനാശ്ശേരി ഉപതകളുടെയൊക്കെ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രചാരണങ്ങൾ ഇന്ന് ടെലിവിഷൻ ചാനലുകൾ വന്നു. ഈ 24-ലും അത് സംപ്രേഷണം ചെയ്തിരുന്നു. അതായത് ജോസ് കെ മാണിയുടെ ഒരു ചേരിമാറ്റം, പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഈ ഒരു ചേരിമാറ്റം ഇപ്പോൾ ആവശ്യമില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് ഇത്തരം ഒരു ചേരിമാറ്റം നടക്കും എന്ന ഒരു ഇരുത്തമെന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിൽ നിന്നാൽ അവരുടെ ഭാവി എന്താണ്? അവരുടെ ശക്തി കേന്ദ്രമായ മധ്യ തിരുവിതാംകൂറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന കോട്ടയം സീറ്റ്, ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടു. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് അതിപ്രധാനമായ ഒരു കാര്യമാണ്. ആ ലോക്സഭാ സീറ്റ് ജോസ് കെ മാണിയുടെ നേതൃത്വമുള്ള കേരള കോൺഗ്രസിന്റെ കയ്യിലിരുന്നതാണ്. അവർ LDFിൽ പോയതോടുകൂടി കോട്ടയം ലോക്സഭാ സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടതോടുകൂടി ലോക്സഭയിൽ അവർ 0 ആയി മാറി, 0 അംഗമുള്ള ഒരു പാർട്ടിയായി അവർ മാറി. അവിടെ ജോസഫ് ഗ്രൂപ്പിന്റെ കേരള കോൺഗ്രസിന് ലോക്സഭയിൽ പ്രാതിനിധ്യം ലഭിച്ചു. അത് തീർച്ചയായും ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അവർക്ക് അധിക്ഷേപമായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പാർലമെന്ററി രംഗത്ത് ലോക്സഭയിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് അടിത്തറയുള്ള ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ഈ ജില്ലകളിൽ നടന്ന റിസൾട്ട് പരിശോധിച്ച് നോക്കൂ. അവിടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് എത്ര ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെ ജയിപ്പിക്കാൻ കഴിഞ്ഞു? എത്ര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ജയിപ്പിക്കാൻ കഴിഞ്ഞു? എത്ര ബ്ലോക്ക് പഞ്ചായത്ത് അവർ കിട്ടി? എത്ര മുനിസിപ്പൽ അംഗങ്ങൾ അവർക്കുണ്ട്? UDFിൻ്റെ കൂടെ നിന്നപ്പോൾ എത്ര ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അവർക്കുണ്ടായിരുന്നു? എത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അവർ വഹിച്ചിരുന്നു? എത്ര ബ്ലോക്ക് പഞ്ചായത്തിൽ അവർക്ക് ആധിപത്യമുണ്ടായിരുന്നു? ഇന്ന് LDFിനോടൊപ്പം പോയപ്പോൾ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസിന് വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അത് അതിദയനീയമായ പരാജയമാണ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് വലിയ സമ്മർദ്ദമാണ് അണികളിൽ നിന്നുണ്ടായിരിക്കുന്നത്. LDFിനോടൊപ്പം നിന്നാൽ ഭാവിയില്ല. LDF രാഷ്ട്രീയം അല്ല കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് കെ എം മാണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പുലർത്തിപ്പോന്ന വലതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പമുള്ള രാഷ്ട്രീയമാണ് കേരള കോൺഗ്രസിന് അനുയോജ്യമായത്. അതുകൊണ്ട് ഈ മുന്നണി LDFിൽ അധികാലം തുടരാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് UDFിലേക്ക് മടങ്ങണമെന്നാണ്. വലിയ സമ്മർദ്ദമാണ് ഞങ്ങളിൽ നിന്നല്ല, കേരള കോൺഗ്രസ് അണികളിൽ നിന്ന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനമാണ് ജോസ് കെ മാണിയിൽ നാം കണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഞാൻ ശ്രീ ജോൺ മുണ്ടകയത്തിലേക്ക് പോകുന്നു. ശ്രീ ജോൺ മുണ്ടകയം, ശരിക്കും വളരെ താമസിയാതെ തന്നെ ഒരു ചേരിമാറ്റം നടക്കും. ജോസ് കെ മാണിയും സംഘവും UDFിലേക്ക് ചേക്കേറുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എനിക്കൊന്ന് റോഷി അഗസ്റ്റിന് ഇത്തിരി വിമിട്ടവും കലിപ്പും ഒക്കെ ഉണ്ടെങ്കിലും പ്രമോദ് നാരായണൻ ആശങ്കപ്പെടുന്ന ഒരു മനസ്സുമായിട്ട് ജീവിക്കുന്നു. എന്നാൽ ഈ നമ്മുടെ ഒരു സാഹചര്യം, ഒരു രാഷ്ട്രീയ പരിസരം പരിശോധിക്കുമ്പോൾ ഈ അണികളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ വന്യജീവി പ്രശ്നമൊക്കെ ഗുരുതരമായി നിന്നപ്പോൾ അണികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജോസ് കെ മാണിക്ക് ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു കാരണമുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടാകുമോ, LDF വിജയിക്കുമെന്ന് സംശയം കൊണ്ട് ഞാൻ ചേരി മാറുന്നു എന്ന് താത്വിക രാഷ്ട്രീയം എന്ന് പുറത്തു പറയുമ്പോൾ
അതെങ്ങനെയാണ് അവർക്ക് പറയാൻ കഴിയുക? ശ്രീ ജോൺ മുണ്ടക്കയും ഈ ഒരു ചേരിമാറ്റം ഉണ്ടാകും, ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഈ ചേരിമാറ്റം ഉണ്ടാകും. പല ക്വാർട്ടറുകളിൽ നിന്നും പല വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്ന ചില ചരടുവലികളും ചില സമ്മർദ്ദങ്ങളും ചില ഈവൻ അധികാരത്തിൽ വന്നാൽ വാങ്ങിയെടുക്കേണ്ട വകുപ്പുകളെക്കുറിച്ച് പോലും ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നുണ്ട്. ശ്രീ ജോൺ, ഈ ഒരുപക്ഷെ ഇന്നുണ്ടായ ഒരു ഡെവലപ്മെൻ്റ് അല്ല ഇത്, കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ പുകയുന്ന ഒരു ഡെവലപ്മെൻറ്റ് തന്നെയാണിത്. ശ്രീ ജോൺ മുണ്ടകയം. അതെ, യാതൊരു സംശയവുമില്ല, ജോസ് കെ മാണിയും കൂട്ടരും UDF-ൽ തന്നെ എത്തും. അത് കഴിഞ്ഞ കുറേ വർഷത്തെ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം നിരീക്ഷിച്ചിട്ടുള്ള ഒരാൾക്ക് പറയാൻ വളരെ എളുപ്പത്തിൽ കഴിയും. കാരണം കേരള കോൺഗ്രസിന് ഇപ്പോൾ എങ്ങനെയാണ് ഒരു മുന്നണിയിലേക്ക് മറ്റ് ഏതൊരു മുന്നണിയിൽ നിന്ന് ആളുകൾ വരുന്നത്? ഈ മുന്നണിയുടെ വിജയസാധ്യത വർദ്ധിക്കുമ്പോഴാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടായില്ലായിരുന്നെങ്കിൽ ജോസ് കെ മാണി വരത്തില്ല. പക്ഷേ ഇപ്പം ജോസ് കെ മാണിയെ സംബന്ധിച്ച് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലുണ്ടായ സെറ്റ്ബാക്ക്, ഈ 3 ജില്ലകളിലും UDF അവരുടെ സീറ്റുകൾ പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൽ തിരിച്ചു പിടിച്ചു. പല മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഒക്കെ ഈ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് വലിയ സെറ്റ്ബാക്ക് ഉണ്ടായി. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ആ തോൽവി ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ UDF-ലേക്ക് വരികയല്ലാതെ മറ്റു മാർഗമില്ല. അതുകൊണ്ട് ആ വരവ് ഒഴിവാക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് അറിയാം, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചരിത്രത്തിൽ 2 തവണ മാത്രമേ LDF-ൽ പോയിട്ടുള്ളൂ. ഒന്ന് 1980 അന്ന് ആൻ്റണി കോൺഗ്രസ് LDF-ൽ പോയ കൂടെ മാണി സാറും പോയി. ആ മാണി സാറ് അതിനുശേഷം തിരിച്ച് ആ കൂടെ തന്നെ തിരിച്ചു വന്നു. അന്ന് ഞാൻ ഓർക്കുന്ന രസകരമായ ഒരു കാർട്ടൂൺ ഉണ്ട്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ എന്തും ഓർപ്പിക്കപ്പെടുന്ന മനോഹരമായ ഒരു കാർട്ടൂൺ അന്ന് യേശുദാസ് വരച്ചത്. അത് ഡാവിഞ്ചിയുടെ ഒരു പ്രശസ്തമായ നമുക്കെല്ലാം അറിയാവുന്ന പ്രശസ്തമായ ഒരു ചിത്രമുണ്ട്, മോണോലിസ. ആ മോണോലിസയുടെ ചിത്രത്തിൽ മോണോലിസ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന ഇന്നും ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. KM മാണിയുടെ ഒരു പടം മോണോലിസയുടെ രൂപത്തിൽ വരച്ചു വെച്ചിട്ട് ആ കാർട്ടൂണിൽ അടിക്കുറിപ്പ് മാണി ലിസ ചിരിക്കുകയാണോ അതോ കരയുകയാണോ എന്ന് വെച്ചാൽ KM മാണി മുന്നണി വിട്ട് UDF-ലേക്ക് വരികയാണോ അല്ലയോ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ ഒരു പടം മോണോലിസയുടെ ചിത്രം പോലെ വരച്ച് വെച്ചിട്ട് ജോസ് കെ മാണി എന്ന മാണി ലിസ വീണ്ടും ജൂനിയർ മാണി ലിസ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് ഒരു കാർട്ടൂൺ വരയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അനിവാര്യമാണ്. അന്ന് മാണി സാറ് വന്നതുപോലെ തന്നെ ജോസ് കെ മാണിയും വരും. ആ കാര്യത്തിൽ റോഷി അഗസ്റ്റിന് എന്ത് പ്രതിഷേധം ഉണ്ടെന്ന് പറഞ്ഞാലും അന്ന് ലോനപ്പൻ നമ്പാടിനെ പോലെ ഒരാളായി മാറി നിൽക്കാൻ റോഷി അഗസ്റ്റിന് കഴിയുമെങ്കിൽ റോഷി അഗസ്റ്റിൻ നിൽക്കും. അതല്ലെങ്കിൽ റോഷി അഗസ്റ്റിന് ശ്രീ ജോൺ മുണ്ടക്കയം ഒരു കാര്യം കൂടി, അതായത് ഇത്രയും സഭകളും ക്രിസ്തീയ സഭകളും അതുപോലെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി രൂപതകളും അതുപോലെ പാലാ രൂപതയും ഒക്കെ തന്നെ ഇത്രയും സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് റോഷി അഗസ്റ്റിന് എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിൽ മാറി നിൽക്കാൻ കഴിയുക? നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയില്ലേ പുള്ളി അങ്ങനെ നിൽക്കുകയാണെങ്കിൽ? അല്ല, റോഷി അഗസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സമ്മർദ്ദം എനിക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ജയിക്കാനുള്ള കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ട് രാഷ്ട്രീയം പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഈ സമ്മർദ്ദങ്ങളൊന്നും അതിജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹവും ഈ വഴിക്ക് തന്നെ വരേണ്ടി വരും. അദ്ദേഹവും വൈകാതെ അദ്ദേഹം ഉൾപ്പെടെ ഈ മുന്നണിയുടെ ഭാഗമായി ഈ പാർട്ടി മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതൊരു കാലത്തിൻ്റെ അനിവാര്യതയാണ്. ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം. നാളെ ഇതിൻ്റെ പേരിൽ ജോസ് കെ മാണിയെയും പരനാറിയെന്ന് വിളിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മാറ്റം അനിവാര്യമാണ്. ഓക്കെ, താങ്ക് യു ശ്രീ ജോൺ മുണ്ടക്കയം. ഞാൻ വീണ്ടും ശ്രീ അനിൽകുമാറിലേക്ക് വരികയാണ്. ശ്രീ അനിൽകുമാർ, അതായത് കാലത്തിൻ്റെ അനിവാര്യതയാണ് ഇത്തരമൊരു ചെരിമാറ്റം എന്ന് ശ്രീ ജോൺ മുണ്ടക്കയം വിശേഷിപ്പിക്കുക. അതിനകത്ത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇപ്പോൾ താങ്കളിപ്പോൾ ഇന്നത്തെ ഐഷ പോറ്റിയുടെ മാറ്റം അതൊരു രാഷ്ട്രീയ ചതിയായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും കൊട്ടാരക്കരയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ പോലും UDF സ്ഥാനാർത്ഥിയായിട്ട് അവർ മത്സരിക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ പരക്കുകയാണ്. അത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് മാത്രമേ അറിയാവൂ. UDF അങ്ങനെ വാഗ്ദാനം അവർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ധനമന്ത്രിയായ KN ബാലഗോപാലിന് മത്സരിക്കാനുള്ള മണ്ഡലത്തിൽ
അർത്ഥത്തിൽ ഐഷ പോറ്റി കൗണ്ടർ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാഹചര്യമൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല. പക്ഷേ ഈ നമ്മൾ ഐഷ പോറ്റിയുടെ ഈ മാറ്റത്തെക്കാളും ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഇടതുപക്ഷ മുന്നണിയുടെ വലിയൊരു സംരക്ഷണവും വാത്സല്യവും ഈ ജോസ് കെ മാണിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നിരുന്നാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയൊരു പരാജയം അദ്ദേഹത്തെ കുറച്ചൊന്നുമല്ല മാറ്റി ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായാൽ അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കുമെന്ന് സംശയം തോന്നുന്നുണ്ടാവാം. ഈ പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം ഈ സമ്മർദ്ദത്തിന് വിധേയമായി സ്വന്തം തീരുമാനമൊക്കെ എടുത്ത് അദ്ദേഹം മാറുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ ഗൾഫ് നാട്ടിൽ എവിടെയാണ്, ദുബായിൽ എവിടെയാണെന്ന് പറയുന്നു. അദ്ദേഹം ഇത്തരമൊരു ചർച്ചയ്ക്ക് നടുവിൽ വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മൗനം പാലിച്ച് ഒരു വ്യവസായിയുടെ കൂടെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ വരുന്നത്. അതുപോട്ടെ, അത് എവിടെയായാലും ഈ ഭൂമണ്ഡലത്തിൽ എവിടെയും ചിലപ്പോൾ ഈ ചർച്ച പോലും കാണുന്നുണ്ടാകും. ശ്രീ ജോസ് കെ മാണി ഇപ്പോഴും ഒരു ചേരിമാറ്റത്തിന് തയ്യാറാകുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ, പാർട്ടിക്കുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുക എന്ന് പറയുന്നത് UDFന്റെ അജണ്ടയാണ്. അതിന് പണമൊഴുക്കുന്നുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് കനകൂലു പണമൊഴുക്കുന്നുണ്ട് എന്ന വാർത്തകൾ ഞങ്ങൾക്ക് ലഭ്യമാണ്. ചില നിരീക്ഷകന്മാരൊക്കെ ചർച്ചകളിൽ വന്ന് വ്യക്തിപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കാണുമ്പോൾ എവിടുന്നൊക്കെയാണ് ആളുകൾ സ്വാധീനിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ വിമോചന സമരകാലത്ത് മാധ്യമങ്ങൾ എങ്ങനെ പെരുമാറി എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം വാർത്തകൾ നിർമ്മിക്കപ്പെടുകയാണ്. SKNനെ പോലുള്ള ആളുകൾ അതിന് ഇരയായി തീരുക. കേരള കോൺഗ്രസ് പോലെ എൻ്റെ കാര്യവും എൻ്റെ ചാനലിൻ്റെ കാര്യം പറയാം ശ്രീ അനിൽകുമാർ. നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പണം വാങ്ങിച്ചിട്ട് വാർത്താ സംപ്രേഷണം ചെയ്തിട്ടില്ല. അപ്പോൾ താങ്കൾ ഇരുട്ട് കൊണ്ട് ഓട്ട അടയ്ക്കരുത്. ഞാൻ വളരെ കൃത്യമായിട്ടൊരു ചോദ്യം ചോദിക്കുകയായിരുന്നു. അതായത് അനിൽകുമാറിനോട് ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. അതായത് നിങ്ങളുടെ ചേരിയിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരാൾ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം, മറ്റ് സാമൂഹിക സമ്മർദ്ദങ്ങൾ, സഭയുടെ പ്രതികരണങ്ങൾ, ഇതൊക്കെ കൊണ്ട് ഒരു പരാജയമൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒരു ചേരിമാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും, ജോൺ മുണ്ടകയെ മാത്രമല്ല ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ഈ ചേരിമാറ്റം. അപ്പോൾ താങ്കൾക്ക് മാത്രം അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ ഞാൻ പറയുക? അതെ, ബഹുമാനപ്പെട്ട SKN വളരെ മാതൃകാപരമായിട്ടാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നത്. ജോൺ മുണ്ടക്കെ ഒരു ഭാഷാപ്രയോഗം നടത്തി. അത് അങ്ങയുടെ നിലവാരത്തിന് യോജിച്ചതായിരുന്നില്ല. ഞാൻ ഇരിക്കുമ്പോൾ അത് പറയേണ്ട കാര്യമില്ലായിരുന്നു. അത് കേട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലല്ല, അതെ അതെ അതെ, അത് ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ വരുമ്പോ അത് കനകൂലുവിന് വേണ്ടിയുള്ള വരവാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കും. അത് കനകൂലിസമാണ്. ആ കനകൂലിസം കേരളത്തിൽ ചെലവാകില്ല. ഇനി ഞാൻ എന്റെ ഭാഗം പറയാം. പറയൂ. ഒന്ന്, വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ ഒരിടത്തും കോൺഗ്രസിന്റെ വിസ്മയം ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട കൊടുക്കുന്നിൽ എന്റെ സുഹൃത്തും ദേശീയ നേതാവുമാണ്. നമുക്ക് ഡൽഹിയിൽ ഈ വിസ്മയം കണ്ടില്ലല്ലോ, പിന്നെ ഹരിയാനയിൽ ഈ വിസ്മയം കണ്ടില്ലല്ലോ, മഹാരാഷ്ട്രത്തിൽ വിസ്മയം കണ്ടില്ലല്ലോ, എന്തിന് ബീഹാറിൽ? പിന്നെ കൊടുക്കുന്നതിന് വേണമെങ്കിൽ വിസ്മയം കാണിച്ചു തരാം. മകരവിളക്കൊന്ന് കഴിയട്ടെ. ആ ബീഹാറിലെ കോൺഗ്രസ് മൊത്തം BJPയിലേക്ക് പോവാ. ഇന്നത്തെ വാർത്ത വന്നിരിക്കുന്നു. SKN അത് അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇന്ത്യ മുഴുവൻ തരിപ്പണമാകുന്ന, തകർന്നു പോകുന്ന ഒരു കോൺഗ്രസ് കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്? നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. എന്താണ് ധാരണ? ഒന്നാമത്തെ കാര്യം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഇല്ലെങ്കിൽ UDF ഇല്ല. അതാണ് ഒരു കാര്യം. അതിന്റെ തിണ്ണമെടുക്കിൽ കയറിയിരുന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കടന്നാക്രമിക്കാൻ UDF സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ജോസ് കെ മാണി ഒരു വാക്ക് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന കഴുകന്റെ മുകളിൽ ഇരിക്കുന്ന കുരുവിയാണ് PJ ജോസഫ്. ഇങ്ങനൊരു പ്രയോഗം ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയാൽ ആ രാഷ്ട്രീയ നേതാവ് നാളെ UDFൽ ചേരും എന്ന് വായിക്കാൻ കഴിയുന്ന നിഷ്പക്ഷന്മാരെ അവതരിപ്പിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ കോട്ടയത്ത് നിന്ന് കേട്ടതാണ്. കോൺഗ്രസ് കഴുകൻ, PJ ജോസഫ് കുരുവി. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട KM മാണി സാർ തന്നെ എന്താ പറഞ്ഞത്? രാഷ്ട്രീയ എതിരാളികൾ മുമ്പിൽ നിന്ന് കൈകാര്യം ചെയ്യും, ഏറ്റുമുട്ടും. പക്ഷെ പിന്നിൽ നിന്ന് കുത്തിയാലോ? KM മാണി സാറിനെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങളുടെ ലൈബ്രറിയിലുണ്ടല്ലോ. ആരാ പിന്നിൽ നിന്ന് കുത്തിയത്? എന്നിട്ടോ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ചെയർമാൻ സ്ഥാനം തട്ടിയെടുക്കാൻ
വർക്കിംഗ് ചെയർമാൻ എന്ന് പറയുന്ന ഭരണഘടനയിലെ പദവി ഉപയോഗിച്ചുകൊണ്ട് തൊടുപുഴയിൽ നിന്നും കളിച്ച നീചമായ കളി ആ പാർട്ടി മറക്കുവോ? അതിനുശേഷം UDF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം പെരുവഴിയിൽ തള്ളി ബഹുമാന്യനായ ജോസ് കെ മാണിയുടെ പാർട്ടിയെ. ആ ഘട്ടത്തിൽ നല്ല സമരിയക്കാരൻ ആരായിരുന്നു? നല്ല സമരിയക്കാരൻ ഇടതുപക്ഷമായിരുന്നുവെന്ന് അറിയാൻ വയ്യാത്ത ആരാണ് ഈ സമൂഹത്തിലുള്ളത്? അതിനുശേഷം 2020 LDF തൂത്തുവാരിയൊരു വിജയം ഉണ്ടായല്ലോ. അതിൽ കേരള കോൺഗ്രസ് എന്നൊരു പങ്കില്ലേ? അതറിയാത്ത ആരാ അവിടെയുള്ളത്? കോൺഗ്രസിന്റെ മേലെ ഇരിക്കുന്ന ആ കുരുപ്പാർട്ടിക്ക് 2 MLA-മാർ. ഇപ്പുറത്തോ? ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയിൽ ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ചീഫ് വിപ്പ് പദവിയുണ്ട്, മന്ത്രി പദവിയുണ്ട്, MP സ്ഥാനമുണ്ട്, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദം അടക്കം എത്രയോ പദവികൾ പറയട്ടെ. അപ്പോ ഒരു തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അത്തരമൊരു പാർട്ടി മാറും എന്ന് രാഷ്ട്രീയ നിരീക്ഷകനുമെന്നങ്ങ് പറയുമ്പോൾ ആ നിരീക്ഷണമല്ല എന്നും കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം നടത്തുന്ന അധര വ്യായാമം മാത്രമാണെന്നും ഞാൻ കൃത്യമായിട്ട് പറയും. ഞാൻ എന്റെ വാദം ഒരു വാദം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്റെ വാദം എന്താണ്? ഞാൻ ആദ്യം പറയാൻ ശ്രമിച്ചപ്പോൾ അങ്ങത് അടുത്ത ഘട്ടത്തിലേക്ക് പോയി. കേരളത്തിലെ വോട്ടിന്റെ കണക്കാണ് യഥാർത്ഥത്തിൽ UDF-നെ ഭയപ്പെടുത്തുന്നത്. SK അറിയാമല്ലോ വോട്ടിന്റെ കണക്ക്. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ 84 ലക്ഷം വോട്ടാണ് LDF-ന് കിട്ടിയത്. 7 ജില്ലാ പഞ്ചായത്തുണ്ട്. ഏറ്റവും വലിയ ജില്ലകൾ LDF-ന്റെ കൂടിയാണ്, UDF-ന്റെ കൂടിയാണ്. UDF-ന്റെ 7-നകത്ത് ചെറിയ ജില്ലകളാണ് കൂടുതൽ. അതിൽ കോഴിക്കോട് മാത്രമാണ് 3ാമതൊരു ജില്ല. അവിടുത്തെ കാര്യം നമുക്ക് കണ്ടറിയാം. ഇനി UDF-ന് 90 ലക്ഷം വോട്ടേ ഉള്ളൂ. ആ 90 ലക്ഷം വോട്ടിൽ 5.5 ലക്ഷം വോട്ടും എവിടെയാണ്? ഒറ്റ ജില്ലയിലാണ്. ഏത് ജില്ലയാണ്? മുസ്ലിം ലീഗിന്റെ തിണ്ണമെടുക്കൊണ്ട് ആ വോട്ട് ഉപയോഗിച്ച് കേരളം മുഴുവൻ ജയിക്കാൻ പറ്റുമെന്നാണോ വിചാരിക്കുന്ന കോൺഗ്രസ്? അത് സാധ്യമല്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന മുസ്ലിം ലീഗ് അവര് കോൺഗ്രസിന് അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു. എന്തെങ്കിലും വഴി നോക്കണം. അതിന്റെ ഭാഗമായി വാർത്തകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്തയും കേരള കോൺഗ്രസിൽ യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല എന്ന് കോട്ടയത്തിരുന്ന് അതിന്റെ നേരിട്ടുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു കാര്യം പറയാം. ഒറ്റ വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. നോക്കൂ, ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിന്റെ വൈകാരികമായ പത്രസമ്മേളനം നിങ്ങൾ കണ്ടോ? ബഹുമാനപ്പെട്ട ജോസ് കെ മാണി ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനൽ എഴുതി കാണിച്ചു. ഞാൻ ആ ഫേസ്ബുക്ക് തിരുത്തിയത് കണ്ടില്ല. ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ വാർത്ത കൊടുത്ത കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ അംഗം ഇന്ന് എന്നോട് സംസാരിച്ചു. എന്നോടൊപ്പം അദ്ദേഹത്തിന്റെ ചിത്രം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. എന്താ ജോസ് കെ മാണി അദ്ദേഹത്തോട് പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കിയതാണ്. വന്ന ആക്ഷേപത്തിന് മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കി, ഒരു കുടുംബസമേത ഒരു യാത്ര പോയാൽ അത് കേരളത്തിലെ വിവാദമാക്കണം. എന്നിട്ട് സോണിയാഗാന്ധി, അതാണ് ഏറ്റവും വലിയ തമാശ, വിവിധ ചാനൽ എഴുതി കാണിച്ചു. സോണിയാഗാന്ധി വിളിച്ചു. ഏത് സോണിയാഗാന്ധി? ഗോവർദ്ധന്റെ സോണിയാഗാന്ധിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സോണിയാഗാന്ധിയോ? സോണിയാഗാന്ധി ഇപ്പൊ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ലെന്നാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പറഞ്ഞായിട്ട് വീണ്ടും കേട്ടത്. സോണിയാഗാന്ധി വരെ വിവാദത്തിലാക്കുന്ന വ്യാജ വാർത്തക്ക് അനുകൂല കേരളത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ വില പോകാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഞാൻ വരാം ശ്രീ അനിൽകുമാർ, താങ്കളിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവും MLA-യുമായ മോൻ ജോസഫ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മോൻ ജോസഫ്, സ്വാഗതം താങ്കൾ ഈ സംവാദത്തിലേക്ക് വന്നതിൽ. എനിക്കറിയാനുള്ളത്, ഇപ്പം നമ്മൾ സോണിയാഗാന്ധി 15 ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തെ ഫോൺ ചെയ്തിരുന്നു. KC വേണുഗോപാലാണ് ഇതിന് പാലമായി മാറിയത് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ഇന്ന് പ്രചരിക്കുന്നുണ്ട്. ഇത് KC വേണുഗോപാൽ നിഷേധിക്കുകയാണെങ്കിൽ നമുക്ക് മുഖവിലേക്ക് എടുക്കാം. അഡ്വക്കേറ്റ് അനിൽകുമാർ നിഷേധിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. എന്നാലും സോണിയാഗാന്ധി ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നിൽ സോണിയാഗാന്ധി പറയണം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് KC വേണുഗോപാൽ പറയണം, അതല്ലെങ്കിൽ ജോസ് കെ മാണി പറയണം. ഒരു 3 പേരും പറയാത്തതിലേക്ക് നമുക്കത് അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നത്, ശ്രീ മോൻ ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് ആദ്യം മുതലേ തന്നെ ഒരു നിലപാടെടുത്തിരുന്നത് ജോസ് കെ മാണിയുടെ വിഭാഗം കേരള കോൺഗ്രസ് എം ഇപ്പോൾ UDF-ലേക്ക് വരേണ്ട കാര്യമില്ല എന്നാണ്. എന്നാൽ കാര്യങ്ങൾ മാറി, രാഷ്ട്രീയ പരിസരം മാറുന്നു. ശരിക്കും ഈ ജോസഫ് ഗ്രൂപ്പിന് ഈ കാര്യം അക്കോമഡേറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുന്നു. നിങ്ങളുടെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് നിങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും ആലോചന നിങ്ങൾക്കുണ്ടോ?
അല്ല, രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, SKN ഇപ്പോൾ പറഞ്ഞു, കേരള കോൺഗ്രസ് പാർട്ടി ജോസ് കെ മാണി വിഭാഗം വരുന്നതിന് ആദ്യം എതിർത്തിരുന്നു, ഇപ്പോൾ ഞങ്ങൾക്കെന്തോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഈ രണ്ടും തെറ്റാണ്. ഞങ്ങൾ ഇതിനെ ജോസ് കെ മാണി വിഭാഗം വരുന്നതിനെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുകൂലിക്കുകയാണെന്നുള്ളതല്ല. ജോസ് കെ മാണി വിഭാഗം വരുന്നു എന്ന് പറയുന്ന ഈ ചർച്ച തന്നെ അടിസ്ഥാനരഹിതമാണ്. ഈ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണ് ഇരിക്കുന്നത്? ഇപ്പോൾ ഈ വളരെ വ്യക്തതയോടുകൂടി ഈ രാഷ്ട്രീയ രംഗത്ത് വിലയിരുത്തുന്ന ആർക്കും കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു പാർട്ടി നിലപാടെടുക്കാതെ എങ്ങനെ ഒരു മുന്നണി മാറ്റം നടക്കും? ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിന് വേണ്ടി അവരുടെ പാർട്ടിയുടെ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അവർ LDFിൽ തുടരും എന്നാണ്. രണ്ട്, അവരുടെ പാർട്ടിയുടെ മന്ത്രി രാവിലെ ശ്രീ റോഷി അഗസ്റ്റിൻ അദ്ദേഹം വ്യക്തമാക്കിയത് LDFിൽ തുടരും എന്നാണ്. ഇന്ന് ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് നടത്തിയപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കോട്ടയത്ത് ഞാൻ ഞാനൊരു കാര്യം താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോട് ഇത്തരം ഒരു ചേരി മാറ്റത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ചർച്ചകൾ നടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് വാർത്താലേഖകരോട് പറഞ്ഞതാണ്. താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ VD സതീശൻ വളരെ 100% വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ തലത്തിൽ ഔദ്യോഗികമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. കോൺഗ്രസ് UDF നേതൃത്വത്തിൽ നിന്ന് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇനി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പറയുന്നു, ഞങ്ങൾക്കിതിലൊരു അലോസരമില്ല. ജോസ് കെ മാണി വിഭാഗം എന്നുള്ളതല്ല. UDF ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, UDFിന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. UDFിന് ഗുണം ചെയ്യുന്ന കക്ഷികൾ, UDFിന് വിശ്വാസമുള്ളവർ, UDFിനെ നാളുകളിൽ ചതിക്കില്ല എന്ന് ഉറപ്പുള്ളവർ, UDFിന് വിജയം കൈവരിക്കാൻ വേണ്ടി ഇപ്പോൾ ജനങ്ങൾ നൽകിയ ഈ പിന്തുണയുടെ കൂടെ നാളുകൾ നിൽക്കുമെന്ന് ഉറപ്പുള്ളവർ, അങ്ങനെയുള്ളവർ വരുന്നതിനെ UDF സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതാരാണ് എന്ന് വ്യക്തമാക്കുന്നത് ആദ്യം നിലപാട് പറയേണ്ടത് ബന്ധപ്പെട്ട പാർട്ടികളാണ്. ജോസ് കെ മാണി വിഭാഗം വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് പാർട്ടി ചെയർമാൻ ശ്രീ PJ ജോസഫ് സാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോസ് കെ മാണി വിഭാഗം ആദ്യം പറയട്ടെ, ഞങ്ങൾ LDFിൽ തുടരുന്നില്ല, അല്ലെങ്കിൽ UDFിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു നിലപാട് പറഞ്ഞാൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധികളുമായി കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ ആശയവിനിമയം നടത്തും. തീർച്ചയായിട്ടും ആശയവിനിമയം നടത്തും എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ അക്കാര്യങ്ങൾ എല്ലാ ഘടകകക്ഷികളോടും ആശയവിനിമയം നടത്തണം. മുസ്ലിം ലീഗുമായിട്ട് നടത്തും, മറ്റു കക്ഷികളോട് നടത്തും. കേരള കോൺഗ്രസുമായി നടത്തുമ്പോൾ ഏതെങ്കിലും കക്ഷികൾ UDFിലേക്ക് പുതിയതായി വരുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അഭ്യൂഹങ്ങളുടെ പേരിൽ ഉള്ള ഒരു ചർച്ചയെക്കുറിച്ച് അടിസ്ഥാനമുണ്ടോ എന്ന് ഞങ്ങൾ ആർക്കും തോന്നുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിലൊരു അടിസ്ഥാനവും ഇല്ല. വസ്തുത ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ പാർട്ടി വ്യക്തമാക്കണം, അല്ലെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, പൂർത്തിയായിക്കോളൂ. അല്ല, ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ ഇന്ന് കേരളത്തിൽ UDFിന് ശക്തമായൊരു വിജയം ഉണ്ടായിട്ടുണ്ട്. ആ വിജയം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ CPM പ്രതിനിധി പറഞ്ഞതുപോലെ താൽക്കാലികമായ ഒരു ഇലക്ഷനിലുള്ളൊരു വിജയമല്ല. കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, ജോസ് കെ മാണി വിഭാഗം വിട്ടുപോയതിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഐക്യജനാധിപത്യ മുന്നണി തിളക്കമാർന്ന വിജയം നേടി. അത് തൃക്കാക്കരയിൽ, അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ, പാലക്കാട്, ഏറ്റവും അവസാനം നിലമ്പൂരിൽ. അത് ടീം UDF എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറഞ്ഞതുപോലെ ടീം UDF എന്ന നിലയിൽ വർക്ക് ചെയ്ത് ഉജ്ജ്വലമായ വിജയം നേടി. 2, പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിൽ ഉജ്ജ്വലമായ വിജയമുണ്ടായി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാധാരണ പഞ്ചായത്ത് ഇലക്ഷനിൽ LDFിന് മുൻതൂക്കം ഉണ്ടാകാറുള്ളതാണ്. ഏത് കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടാകും. പക്ഷെ ഇപ്രാവശ്യം LDFിന് തകർച്ചയുണ്ടായി. UDFിന് ഇത്രയും വിജയം ഉണ്ടായപ്പോൾ ഇതൊന്നും ജോസ് കെ മാണി വിഭാഗം ഉണ്ടായിട്ടല്ല. കോട്ടയം, കേരള കോൺഗ്രസിന്റെ ശാക്തിക മേഖലകൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ, എറണാകുളത്തിന്റെ മലയോര മേഖല, ഇത്തരം പ്രദേശങ്ങളിലെല്ലാം UDFിന് തിളക്കമാർന്ന വിജയം നേടിയിട്ടുള്ളത് ഈ UDFിന്റെ ഇന്നത്തെ കൂട്ടായ്മ കൊണ്ടാണ്. അതുകൊണ്ട് ഇവരൊന്നും ഇല്ലാതെ തന്നെ ഇത്രയും വിജയം കൈവരിക്കാൻ കഴിഞ്ഞെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഐക്യജനാധിപത്യ മുന്നണി തിളക്കമാർന്ന വിജയം നേടും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിലേക്ക് ഇനി പുതിയ ആളുകൾ വേണോ വേണ്ടയോ? ഇന്ന് ഏറ്റവും വലിയ വാർത്തയിലെ ശ്രദ്ധാകേന്ദ്രം
അഡ്വക്കേറ്റ് ഐഷ പോറ്റിയായിരുന്നു. കൊട്ടാരക്കരയിലെ അഡ്വക്കേറ്റ് ഐഷ പോറ്റി നിരവധി തവണ MLA ആയിട്ടുണ്ട്. ഇന്ന് കുറേ കാലമായി ഇടതുപക്ഷ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന CPM പ്രവർത്തകയായി CPM-ന്റെ നേതാവായി ഒക്കെ പ്രവർത്തിക്കുന്ന ഐഷ പോറ്റി ഇന്ന് UDF-ലേക്ക് ചേക്കേറിയ ദിവസമാണെന്ന്. ഐഷ പോറ്റി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നമസ്കാരം ശ്രീമതി ഐഷ പോറ്റി. എനിക്ക് തോന്നുന്ന മെസ്സിക്കുട്ടിയമ്മയൊക്കെ വളരെ നിശ്ചിതമായ വാക്കുകളിൽ താങ്കളെ വിമർശിക്കുന്നുണ്ടായിരുന്നു. വലിയ രാഷ്ട്രീയ ചതിയാണ് താങ്കൾ കാണിച്ചത്. എല്ലാ സൗകര്യങ്ങളും നേടിയിട്ട് അവസാനം LDF-നെ തള്ളിപ്പറഞ്ഞ് UDF-ലേക്ക് താങ്കൾ ചേക്കേറി എന്ന് പറയും. എന്തായിരുന്നു ഇത്തരമൊരു മാറ്റത്തിൻ്റെ ആവശ്യകത ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ? എനിക്ക് കുറച്ചു നാളായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത് എന്റെ ഒരു പ്രസൻസ് പാർട്ടിക്ക് ആവശ്യമില്ലെന്നാണ് തോന്നിയിട്ടുള്ളത്. എന്തെന്ന് വെച്ചാല് പാർട്ടിയിൽ പ്രവർത്തിക്കുക, പാർട്ടി പ്രവർത്തനം എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ കുറെ നാൾ ഞാനൊരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് ജനപ്രതിനിധിയായി വന്നു. തീർച്ചയായിട്ടും CPM തന്നെയാണ് എന്നെ അങ്ങനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നത്. അതിൽ ജയിച്ചു വന്നു, പിന്നെ തുടർന്നും ജയിച്ചു വന്നു, ഇവിടം വരെയൊക്കെ ആയി. അതിലൊന്നും എനിക്ക് തർക്കമേ ഇല്ല. അതൊക്കെ ആ പാർട്ടി തന്നെ തന്നാ. പക്ഷെ അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ വേണ്ടാന്നൊരു തീരുമാനങ്ങൾ വരുന്നത്. ഒരു പരിപാടിയിൽ പോലും ഞാനും കൂടി ഇനിഷ്യേറ്റീവ് എടുത്ത എത്രയോ പ്രോഗ്രാമുകൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു നോട്ടീസിൽ പോലും പേരും വയ്ക്കണ്ട. നമ്മളെ ഇത് തുറന്ന് പറയേണ്ടി വന്നത് എന്നെ ഇത്രയും വിമർശിക്കുന്നുണ്ട്. ഞാൻ ഇതൊന്നും ആരോടും പറയാതിരുന്ന, ഒരു പരാതി ആരോടും പറയാതിരുന്ന. അപ്പോൾ തന്നെ എനിക്കൊരു പ്ലാറ്റ്ഫോം വേണ്ട. ഞാൻ എന്റെ ഓഫീസിലേക്ക് അങ്ങ് മാറാനായിട്ട് തീരുമാനിക്കും. പാർട്ടി എല്ലാരും കൂടി വിമർശിക്കണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ സ്വയം എനിക്ക് വയ്യ, ആരാന്ന് വെച്ചാൽ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ പോയതാ. അപ്പോഴും ഒരു കാര്യങ്ങൾ വന്നാൽ ഞാനും കൂടി ഞാനെന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ഒരു മെൻഷൻ ഇല്ല. അതുപോലെ അങ്ങ് പോകുന്നു എന്ന് വന്നു കഴിയുമ്പോൾ ഇലക്ഷൻ വർക്കിന് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിരുന്നു വരുന്നില്ലാതെ, അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയില്ലായിരുന്നു. ഇങ്ങനെയെല്ലാം ആയി കഴിയുമ്പോൾ മനുഷ്യർക്ക് ആർക്കാണേലും ഒരു ക്ഷമ നഷ്ടു പോകും. അതാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ എന്നെ എല്ലാവരും ഇങ്ങനെ ഓഫീസിലേക്ക് ഒരുങ്ങി പോരുത്, എല്ലായിടത്തും പോകണം, ഇതുപോലെ ജനങ്ങളുടെ കൂടെ ഇത്രയും കാലമായിട്ട് പ്രവർത്തിച്ചിരുന്നല്ലേന്ന് മുഴുവൻ ആൾക്കാരും എല്ലാ ഭാഗത്തു നിന്നും പറഞ്ഞപ്പോ എനിക്ക് തന്നെ ചിന്ത തോന്നി, ഞാൻ അങ്ങനെ വെറുതെ പുറകോട്ട് പോയി ഇരിക്കേണ്ട ഒരാളല്ലെന്ന്. അപ്പോഴ് നിരവധിയായിട്ടുള്ള ആൾക്കാരെല്ലാം ആ പ്രസ്ഥാനത്തിലോട്ടൊക്കെ ചെല്ലാനും എന്നെ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ ഇത് എന്തായാലും ഇങ്ങനെയാകാമെന്ന് തീരുമാനിച്ചിരുന്നു. അത്രയേ ഉള്ളൂ. ശ്രീമതി ഐഷ പോറ്റി, ഒരു കാര്യം കൂടി, അതായത് താങ്കൾ ഒരുപാട് അവഗണിക്കപ്പെട്ടു എന്ന് താങ്കൾ പറയുന്നു. ഇത് ഏതെങ്കിലും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നാണോ അതോ പാർട്ടി അപ്പാടെ താങ്കൾ അവഗണിക്കുകയായിരുന്നു? ഈ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം വന്നതിന് ശേഷമാണോ ഈ രാഷ്ട്രീയ അവഗണന താങ്കൾക്കുണ്ടായി എന്ന് താങ്കൾക്ക് തോന്നി തുടങ്ങിയത്? ഈ അവഗണന എന്ന് പറയുമ്പോൾ സ്ഥാനം തരുന്നു എന്നുള്ളത് ഒരിക്കലും അർത്ഥമാക്കുമല്ല. എല്ലാവരും ചോദിക്കും സ്ഥാനം കിട്ടിയിട്ട് പോരായോ എന്ന്. സ്ഥാനം കിട്ടുക എന്നുള്ളതല്ല, ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരെ കൂടെ ഒന്ന് പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഞാൻ കഴിഞ്ഞ തവണ ഞാൻ MLA അല്ലാതായപ്പോ ഞാൻ ഫുൾ ടൈം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. എനിക്കൊരു വാശിയായിരുന്നു ജയിക്കണം എന്നുള്ളത്. കാരണം എന്നെ പാർട്ടി ഏൽപ്പിച്ച ജോലി എനിക്ക് തിരിച്ചടുത്ത ആളിന്റെ സത്യമായ കാര്യമാണ്. ഇത് എല്ലാവർക്കും അറിയാം. ഓവർ വർക്ക് ചെയ്തിരുന്നു ഞാൻ അന്ന്. അതല്ലെങ്കിൽ ചോദിച്ചേ, മനസ്സാക്ഷി ഉണ്ടെങ്കിൽ എല്ലാവരും പറയും അത്. അങ്ങനെ പ്രവർത്തിച്ച ഒരാൾ എനിക്ക് മോഹമായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അധികാരം കിട്ടിയിട്ട് തൃപ്തിയായില്ല, പിന്നെ അധികാര മോഹമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നോട് ആരും മോഹത്തിനൊന്നും പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. നമുക്കൊരു സ്പേസ് ഇല്ലാന്ന് ഫീൽ ചെയ്താൽ അവിടെ ആരും ഇരിക്കരുതെന്നാണ് എന്റെ പക്ഷം. അത്രേ ഉള്ളൂ, വേറൊന്നും. ഇത് ഇത്രയും പറയേണ്ടി വന്നത് അങ്ങ് കുറെ ആവുമ്പോ മനുഷ്യന്റെ ക്ഷമ നശിച്ചു പോകത്തല്ലേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കുന്നു. അഡ്വക്കേറ്റ് ഐഷ പോറ്റി, ഇപ്പോൾ താങ്കളെ നിയമസഭയിലേക്ക് എത്തിച്ചു, കുറേ കാലമായി പാർട്ടി ഒരുപാട് അവസരങ്ങൾ തന്നു. അപ്പോൾ രാഷ്ട്രീയ അവഗണനകൾ നിരന്തരമായി ഉണ്ടായപ്പോൾ താങ്കൾ പാർട്ടിയിലെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവന്നിരുന്നു? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഞാൻ എല്ലാവരോടും പറയുമായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, നോട്ടീസിലൊക്കെ പേര് വെക്കാതെ അവനവന്റെ അനുഭവം വരുമ്പോഴേ അത് മനസ്സിലാവും. ഈ ഇത്രയും ഇങ്ങനെ മുമ്പേ മേഴ്സി സഖാവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. ഇതൊന്നും പുറത്താരും അറിയുന്നില്ലാത്ത, ഞാൻ ഇതൊന്നും പറയാറില്ലാത്തതുകൊണ്ടാണ്. ഞാൻ എല്ലാവരോടും തന്നെ പറഞ്ഞു, ഒരു നോട്ടീസിൽ പോലും പേര് വെക്കാതിരിക്കുമ്പോ അത് ആർക്ക് അവനവന് വരുമ്പോഴേ അത് ഫീൽ ചെയ്യുള്ളൂ. അത് ആരോടും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പിന്നെ സ്ഥാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. എനിക്കുണ്ടെങ്കിലും എന്റേതായ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ പൊതുപ്രവർത്തനത്തിന് ഒരു പ്ലാറ്റ്ഫോം നല്ലതാണെന്ന് എന്നെ 100 കണക്കിന് ആൾക്കാരെ ഉപദേശിച്ചു. കുറച്ചൊക്കെ നമ്മളെല്ലാരും പറയുന്നത് കേൾക്കുമല്ലോ. ഞാൻ സ്റ്റേണായിട്ടിരുന്ന് എനിക്ക് എവിടേക്കും പോണില്ല, എങ്ങും ഒരു കാര്യവും ഇല്ല. ഞാൻ എന്റേതായ രീതിയിലേക്ക് ഇരിക്കുകയാണെന്ന് തന്നെയാണ് വെച്ചത്. അപ്പോ നിരവധിയായിട്ടുള്ള ആൾക്കാരുടെ വളരെ സ്നേഹത്തോടെയുള്ള ഉപദേശമുണ്ട്. അല്ലാതെ എന്തെങ്കിലും ഇങ്ങനെ വലിയ കാര്യങ്ങൾ അങ്ങനെ പറയുന്നവര് പറഞ്ഞോട്ടെ. പക്ഷെ എന്നെ അറിയാവുന്ന മുഴുവൻ പേർക്കും അറിയാം, എത്ര കുറ്റങ്ങൾ പറഞ്ഞാലും
ഞാൻ എന്തോ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ശ്രീമതി ഐഷ പോറ്റി, ഇത്തരമൊരു രാഷ്ട്രീയ മാറ്റം താങ്കൾ നടപ്പിലാക്കുമ്പോൾ സൈബർ ഇടങ്ങളിൽ പോരാളികൾ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ആക്രമണങ്ങൾ തുടങ്ങിയോ? തീർച്ചയായിട്ടും പറയുമായിരിക്കുമല്ലോ. ഞാനതിനെ കേൾക്കാനേ നിൽക്കുന്നില്ല. കാരണം എന്നെ അറിയുന്ന ജനങ്ങളാണ് ഇത്രയും വർഷമായിട്ട് അവിടെ ഉള്ളത്. എന്ത് അധികാരവും കൊണ്ടാണ് ഞാൻ അവരുടെയൊക്കെ അടുത്ത് നിന്നിട്ടുള്ളതെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. അത്രേ ഉള്ളൂ കാര്യം. ഒരു കാര്യം കൂടി, ഇന്ന് വല്ലാത്തൊരു പ്രഖ്യാപനം കൂടി കേട്ടു. കാര്യം സ്ഥാനാർത്ഥികളെ ഒന്നും ഒരു മണ്ഡലത്തിലും UDF തീരുമാനിച്ചിട്ടില്ല എങ്കിൽ പോലും കൊട്ടാരക്കരയിൽ താങ്കൾ മത്സരിക്കുന്നു എന്ന രീതിയിൽ വാർത്ത വന്നിരുന്നു. ഞാൻ പക്ഷെ അത് കേട്ടില്ല. ഞാൻ അവിടെ ചെന്നിട്ടും അപ്പോഴേ ഇങ്ങ് പോന്നായിരുന്നു. ഞാൻ അതൊന്നും പറഞ്ഞു. അല്ല, മത്സരിക്കുവോ? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മത്സരിക്കുവോ? എനിക്ക് എന്റെ മുമ്പിലുള്ള കാര്യമല്ല അത്. ഞാനതൊന്നും കേട്ടുമില്ല. എന്റെ മുമ്പിലുള്ളതല്ല. ഓക്കെ, താങ്ക് യു ശ്രീമതി ഐഷ പോറ്റി നമുക്കൊപ്പം ചേർന്നതിന്. കേരളത്തിൽ ചില ചേരി മാറ്റങ്ങളെ കുറിച്ച് ചർച്ചകൾ സജീവമാകുന്നു. ചേരി മാറിയാൽ കിതപ്പാർക്ക് കുതിപ്പാർക്ക് ചർച്ച തുടരുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഇങ്ങനെ ചില ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിസ്മയമായി അദ്ദേഹം കാണുന്നുവെന്ന് മാത്രമല്ല, ചർച്ചകൾ തുടരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഡ്വക്കേറ്റ് അനിൽകുമാറിന് വിശ്വാസം വന്നിട്ടില്ല. നമുക്ക് എന്തായാലും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരസ്യമായിട്ട് ചർച്ചയ്ക്ക് വെക്കാനും പറ്റില്ല. അതിന് നമുക്ക് മനസ്സിലാകും ഒരു രാഷ്ട്രീയ മഹാമനസ്കത എന്ന നിലയിൽ. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ വിജയം ഉറപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമം നടത്തുമ്പോൾ ഈ എതിർപക്ഷത്ത്, അതായത് LDF ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കാൻ നിങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ചേരിമാറ്റത്തിന് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നത്? എസ്കേൻ, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ അനിൽകുമാർ, CPM-ൻ്റെ പ്രതിനിധി, അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടയിൽ ചില കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അതിന് മറുപടി പറയാതെ എനിക്ക് ഈ വിഷയത്തിലേക്ക് വരാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. എന്നാൽ ഏതാനും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധി നിലയിൽ എനിക്കതിന് മറുപടി പറയേണ്ടി വരും. അതിന് എനിക്ക് സമയം തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തി. അത് ഈ ചർച്ചയിൽ അദ്ദേഹം ആ ഒരു പരാമർശം കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിൻ്റെ വിശദാംശം പോകുന്നില്ല. സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അനിൽകുമാർ പറയേണ്ടത്. പിണറായി വിജയൻ്റെ അടുക്കള വരെ ബന്ധമുള്ള ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക്, സാമാന്യ ജനങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ചർച്ചയെ വലിച്ചഴിച്ച് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന നിങ്ങളുടെ വികൃതമായ മുഖം, അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്, അനിൽകുമാർ പറഞ്ഞെന്താണ്, ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ആകെ തകർന്നു. നിങ്ങൾ പശ്ചിമ ബംഗാളിനെ കുറിച്ച് ആദ്യം പറയൂ. നിങ്ങൾക്കൊരു നോമിനേഷൻ കൊടുക്കുക, ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ? നിങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥി നിർത്താൻ 35 വർഷക്കാലം തുടർച്ചയായി നിങ്ങൾ ഭരണം നടത്തിയ പശ്ചിമ ബംഗാളിൽ എന്താ നിങ്ങളുടെ പാർട്ടിയുടെ സ്ഥിതി? 30 വർഷക്കാലം തുടർച്ചയായി ഭരിച്ച ത്രിപുരയിൽ CPM-ൻ്റെ അവസ്ഥ എന്താണ്? ആദ്യം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയൂ. നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇത്രയും കാലം തുടർച്ചയായി ഭരണം നടത്തിയ ഒരു പാർട്ടി, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ദയനീയമായ അവസ്ഥ, അത് മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് എത്ര യോഗ്യമാണ് എന്ന് ശ്രീ അനിൽകുമാർ ആലോചിക്കണം. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ തോളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് പറഞ്ഞു. ശ്രീ SK, നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ അടിത്തറ നമുക്ക് എല്ലാവർക്കും അറിയാം. തുടർന്ന് അങ്ങോട്ട് മലബാർ മേഖലയിലാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുള്ളത്. പക്ഷേ തിരുവനന്തപുരം, തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ ഞങ്ങൾ 3 കോർപ്പറേഷൻ ജയിച്ചു. 3 കോർപ്പറേഷൻ ഭരണത്തിൽ വന്ന് CPM-നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചെടുത്തു, ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റി ഞങ്ങൾ പിടിച്ചെടുത്തു, ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുത്തു. ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ തോളിൽ ഇരുന്നു കൊണ്ടാണോ ഈ വിജയം ഞങ്ങൾ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഞങ്ങൾ നേടിയത്? എന്തിനാണ് കഥയറിയാതെ അനിൽകുമാറെ ഇങ്ങനെ ഇരുന്ന് ഇനിയും ജനങ്ങളെ കബളിപ്പിക്കുന്നത്? സത്യമായി പറയൂ. നിങ്ങൾക്കുണ്ടായ പരാജയം നിങ്ങൾ സമ്മതിക്കൂ. എന്തിനാണ് ഇത്രയും വലിയ പരാജയം ഉണ്ടായിട്ടും ഞങ്ങളെ ആ പരാജയം സമ്മതിക്കാതെ വീണ്ടും ഈ പരാജയം ജനങ്ങൾ നൽകിയ ജനവിധിയെപ്പോലും പരിഹസിക്കുന്ന രീതിയിലുള്ള ഇത്തരം വർത്തമാനം ദയവായി നിങ്ങൾ നിർത്തുക. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഇതുപോലുള്ള ദയനീയമായ പരാജയത്തിലേക്ക് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ 3 കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ മറുപടി പറയുന്നുള്ളൂ. മറ്റൊട്ടനവധി കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. പക്ഷേ എനിക്കറിയാം, സമയത്തിൻ്റെ പരിമിതി എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല. പക്ഷേ SK ഇപ്പോൾ പറഞ്ഞ കാര്യം, കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ച ശ്രീ പ്രതിപക്ഷ നേതാവ് ആ കാര്യം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ മോൻസ് പറഞ്ഞിട്ടുണ്ട്. മോൻസ് ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ അടുത്ത കാലത്ത് 2-3 പാർട്ടികൾ, ഇപ്പോൾ CK ജാനുവിൻ്റെ പാർട്ടി കോൺഗ്രസിലേക്ക് വന്നു. അതുപോലെ PV അൻവർ കോൺഗ്രസിലേക്ക്, UDF വന്നു. കോൺഗ്രസിലേക്കല്ല, UDF വന്നു. ഇങ്ങനെ UDF വരാൻ ഒരുപാട് പാർട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരെയൊക്കെ തീർച്ചയായും അവരുമായി ചർച്ച ചെയ്ത് അവരെയൊക്കെ പാർട്ടിയിലെ UDF കൊണ്ടുവരിക, UDF-ന്റെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതിന് ഞങ്ങൾ ചർച്ച നടത്തും, UDF കക്ഷികളുമായി ചർച്ച നടത്തും, മറ്റു ഉഭയകക്ഷികൾ ചർച്ചകൾ നടത്തി അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് തീരുമാനിക്കേണ്ടത് അവരെവിടെ നിൽക്കണം, ആരോടൊപ്പം നിൽക്കണം എന്നുള്ളത്. അവർ UDF വിട്ടുപോയത് നിസ്സാരമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അവർക്ക് ആ പ്രശ്നം അന്നുണ്ടായ UDF വിടാനുണ്ടായ സാഹചര്യം ചർച്ചകളിലൂടെ പരിഹരിക്കാമായിരുന്നു. പക്ഷേ അവർ എടുത്ത തീരുമാനം തീർച്ചയായും വളരെ ധൃതി പിടിച്ച ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ LDF പോയി. അങ്ങനെ LDF താൽക്കാലികമായി ഒരു നേട്ടം അവർക്കുണ്ടായി എങ്കിൽ പോലും ഇനി അവർക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ദയനീയമായ പരാജയമാണ്. ആ പാലായിൽ പോലും മാണി സാറിൻ്റെ തട്ടകമായ പാലായിൽ പോലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ദയനീയമായി പരാജയപ്പെടേണ്ടി വന്നു. പാലാ മുനിസിപ്പാലിറ്റി പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പാലാ മുനിസിപ്പാലിറ്റിയിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ LDF-നോടൊപ്പം നിന്നാൽ എങ്ങനെയാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളത് ആർക്കും അറിയാം. രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും മനസ്സിലാക്കാവുന്ന കഴിയുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ജോസ് കെ മാണിയും അദ്ദേഹത്തോടൊപ്പമുള്ള കേരള കോൺഗ്രസും അവസരോചിതമായ തീരുമാനമെടുത്ത് അവർ UDF വരാൻ തയ്യാറാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ശ്രീ ജോൺ മുണ്ടകയം, താങ്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞു ഈ ജോസ് കെ മാണിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചേരിമാറ്റം ഒരു രാഷ്ട്രീയ അനിവാര്യതയാണെന്ന് താങ്കൾ പറഞ്ഞു. അതേസമയം അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടായാൽ പെട്ടെന്നൊരു ചേരിമാറ്റം, മുന്നണി മാറ്റം എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയമായ നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിക്ക് പറ്റിയതാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായിരിക്കും താങ്കളുടെ ഇക്കാര്യത്തിൽ, താങ്കൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ താങ്കളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യം എന്താണ്, ഈ രാഷ്ട്രീയ അനിവാര്യത? എസ് കെ അതിനെ മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് ശ്രീ അനിൽകുമാറിനോടൊരു കാര്യം പറയാനുണ്ട്. അനിൽകുമാർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ചർച്ചകളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം അവരുടെയൊക്കെ പാർട്ടിയുടെ ഒരു നറേറ്റീവ് ഉണ്ട്. ഈ മാധ്യമപ്രതിനിധികളെ, പത്രപ്രതിനിധികളെ വിലക്കെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ എല്ലാവരെക്കുറിച്ചും പറയരുത്. നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിച്ച് നോക്കണം. നിങ്ങൾക്ക് അവിടെ സുഹൃത്തുക്കളുണ്ടല്ലോ തിരുവനന്തപുരത്തുള്ള സുഹൃത്തുക്കളോട് അവിടെ നിങ്ങളുടെ ആൾക്കാരോട് ചോദിക്കണം ഞാൻ എങ്ങനെയുള്ള പത്രപ്രവർത്തകനാണെന്ന്. ആരെക്കുറിച്ചും എന്തും പറയാവുന്ന ഒരു രീതി ശരിയല്ല. നമ്മുടെ അഭിപ്രായങ്ങൾ, രാഷ്ട്രീയമായിട്ട് ഉള്ള അഭിപ്രായങ്ങൾ, നമ്മുടെ വിലയിരുത്തലുകളൊക്കെ പറയും. അത് നിങ്ങൾക്ക് അതിനെ എതിർക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള നറേറ്റീവ് ദയവായിട്ട് ഒഴിവാക്കണം. അതാണ് നല്ലതെന്നുള്ള അഭിപ്രായം ബഹുമാനത്തോടെ ഞാൻ പറയുകയാണ്. രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറയാമല്ലോ, ഈ നിമിഷം വരെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പുമായിട്ട് കോൺഗ്രസ് ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്ന് തന്നെ കരുതിക്കുമോ? എങ്കിൽ പോലും ഇത് നാളെയുടെ അനിവാര്യതയാണ്. കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ച് വേറെ ഒരു മാർഗമില്ല. കാരണം ആ ഒരു അവസ്ഥയിലേക്കാണ് ആ പാർട്ടി ഇപ്പോൾ പോയിരിക്കുന്നത്. ഇത് എൻ്റെ നിരീക്ഷണമാണ്, എൻ്റെ അഭിപ്രായമാണ്. അത് നാളെ നിങ്ങൾ കാണാം. അത് പിന്നെ അനിൽകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വക്താവായിട്ട് വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് പലതും മറച്ചു വെക്കേണ്ടതുണ്ട്, അതിൽ പലതും ഇല്ലയെന്ന് പറയേണ്ടതുണ്ട്. പക്ഷേ എനിക്കങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്പർ 1 ജോസ് കെ മാണിയെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ടായ സെറ്റ്ബാക്ക്. നമ്പർ 2 അദ്ദേഹത്തിന് ഇനി ഒരു ഭരണ തുടർച്ച, അതായത് മുന്നണി മാറിക്കൊണ്ടുള്ള ഭരണ തുടർച്ച അദ്ദേഹത്തിന് ഇപ്പം ലഭിക്കാനുള്ള ഒരു ഏക മാർഗം എന്ന് പറയുന്നത് UDF ചേരുക എന്നുള്ളത്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന് ഇതുവരെ മന്ത്രിയാകാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് മന്ത്രിയാണെങ്കിൽ അത് UDF വരണം. അദ്ദേഹം LDF തന്നെ നിന്നാൽ അദ്ദേഹത്തിന് ഒരു MLA ആകാൻ തന്നെ കഴിയുന്ന കാര്യം സംശയം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യങ്ങൾ വെച്ചിട്ടാണ്, അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് എതിർത്തോളൂ. അപ്പം മൂന്നാമത്തെ സംഗതി, ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കർഷകരുടെ പാർട്ടിയാണ്. കർഷകരെ സംബന്ധിച്ച് അവർക്ക് LDF നിന്നുകൊണ്ട് അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ, കർഷകരുടെ ഓരോ ഇഷ്യൂസ്, ഇവിടുത്തെ റബ്ബർ കർഷകരുടെ റബ്ബർ വിലയ്ക്ക് താങ്ങുവില നൽകുന്ന കാര്യത്തിൽ, അത് അവരുടെ വില സംരക്ഷിക്കുന്ന കാര്യത്തിൽ, നെല്ലിൻ്റെ സംഭരണം സംബന്ധിച്ചുള്ള കാര്യത്തിൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ UDF ഭരിക്കുന്ന കാലത്ത് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സംരക്ഷണം കർഷകർക്ക് LDF-ന്റെ കാലത്ത് ലഭിച്ചിട്ടില്ല എന്ന് അവർ കരുതുന്നു. ഞാൻ വിശ്വസിക്കുന്നുണ്ടോന്നുമില്ല, അവരങ്ങനെ കരുതുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഈ ഭരണപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഏത് സാഹചര്യത്തിലും ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിപൂർവ്വം എടുക്കാൻ തീരുമാനം UDF വരിക എന്നുള്ളതാണ്. UDF
നോക്കണം, കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും LDF ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. അവർക്ക് രാഷ്ട്രീയമായി തന്നെ അവർക്കൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ അവർക്ക് മുതലെടുക്കാൻ കഴിഞ്ഞു. ഇത്തവണ അത് UDF വന്നിരിക്കുന്നത്. യാതൊരു സംശയവുമില്ല, ആരെല്ലാം എന്തെല്ലാം തിരിച്ചു പറഞ്ഞാലും ഈ VD സതീശനെ പോലുള്ള നേതാവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ എല്ലാ തലത്തിൽ നിന്നുകൊണ്ട് ഒരു അടിത്തറ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ഉണ്ടായത്. അതിൻ്റെ പ്രതിഫലനം അടുത്ത അസംബ്ലി ഇലക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും LDF മുന്നണി വിട്ട് UDF വരുന്നത്. ഇനിയും പലരും വരുമെന്ന് പറയുന്നു. ഇത് ചുമ്മാ അങ്ങ് സംഭവിക്കുന്ന കാര്യമല്ല. വിജയസാധ്യത ഉണ്ടാകുമ്പോൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഈ കേരള കോൺഗ്രസ് മാണിയസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചു അവർക്ക് UDF വന്നില്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഉള്ള സീറ്റ് പോലും നിലനിർത്താൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഇത് ഒന്നുകൂടി പറഞ്ഞോട്ടെ, 2014 സീറ്റാണ് ഈ രണ്ട് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും ഉൾപ്പെടെയുള്ളവർക്ക് അന്ന് കൊടുക്കാൻ കഴിഞ്ഞത്. അതായത് 7 സീറ്റുകൾ വീതം. ഇന്ന് 5 സീറ്റാണ് മാണി ഗ്രൂപ്പിനുള്ളത്. ഇവർക്ക് ഈ 5 നേതൃത്വത്തിക്കൊണ്ട് 2 സീറ്റെങ്കിലും കൂടുതൽ കിട്ടുകയാണെങ്കിൽ 7 സീറ്റോ അല്ലെ മാക്സിമം 8 സീറ്റോ അവർക്ക് കിട്ടി മത്സരിച്ചാൽ പോലും അവർക്ക് പരമാവധി വിജയം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ LDF അവർക്കൊരു ഇതിലും കൂടുതൽ സീറ്റ് കിട്ടി മത്സരിച്ചാൽ അടുത്തവണ അവർക്ക് ഈ ഇപ്പോഴുള്ള സീറ്റ് പോലും നിലനിർത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊക്കെ രാഷ്ട്രീയ നിരീക്ഷണമാണ്. നിങ്ങൾക്ക് ഒരു നിരീക്ഷകൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒന്നും തള്ളിക്കളഞ്ഞോളൂ, കുഴപ്പമില്ല. ഇതും കൂടി ഞാൻ അൽകുമാറിന് ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. ശ്രീ ജോൺ മുണ്ടക്കൽ, ഞാൻ താങ്കളിലേക്ക് കൂടി വരാം. കേരള രാഷ്ട്രീയത്തിൽ വളരെ ആദരണീയനായ ഒരു വ്യക്തിപ്രഭാവമാണ് PJ ജോസഫ് സാറ്. എനിക്ക് വ്യക്തിപരമായി വലിയ ബഹുമാനമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. കാരണം പല രംഗത്തെക്കുറിച്ചും അദ്ദേഹത്തിനുള്ള അവഗാഹം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാർഷിക മേഖലകളും ഈ പശു വളർത്തൽ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാത്ത ജ്ഞാനം അദ്ദേഹം പലപ്പോഴും കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ഉത്കണ്ഠയുണ്ടാക്കുന്ന ചില രാഷ്ട്രീയ ചലനങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ മോൻ ജോസഫിൽ MLA-യിലേക്കാണ് പോകുന്നത്. താങ്കൾക്ക് അറിയുന്നത് പോലെ ചില സാഹചര്യത്തിൽ ചില അപ്രിയമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയേ പറ്റൂ എന്ന തീരുമാനത്തിലാണ് മിക്ക രാഷ്ട്രീയ കക്ഷികളും UDF നമുക്കതറിയാം. ശ്രീ മോൻ ജോസഫ്, ഒരുപക്ഷെ ഈ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് നിങ്ങളുടെ UDF വരുന്ന സമയത്ത് PJ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ പാർട്ടി ഭയക്കുന്നത് എന്താണ്? എനിക്ക് തോന്നുന്നു ശ്രീ മോൻ ജോസഫിൻ്റെ കോള് ഡ്രോപ്പായി എന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ, ഒരുപക്ഷെ താങ്കൾ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലോ താങ്കൾ ഈ വാർത്ത കേൾക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ചില റിലയബിൾ സോഴ്സിൽ നിന്ന് കിട്ടിയ ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ താങ്കളോട് സംസാരിക്കുന്നത്. ആ സോഴ്സുകൾ എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. എന്നിരുന്നാലും ഇടതുപാളയത്തിൽ നിന്ന് ആ കക്ഷികൾ പോകുന്നു എന്നത് അല്ലെങ്കിൽ പോക്കുന്നു എന്നത് നിങ്ങൾ കിട്ടുന്ന ഒരു രാഷ്ട്രീയ തിരിച്ചടി തന്നെയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഇടതുപക്ഷ മുന്നണി അതിജീവിക്കുമെന്നാണ് നിങ്ങൾ കണക്കൂട്ടുന്നത്? ഒന്ന്, ഇന്ന് 2 നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഇടതുമുന്നണിയിൽ തുടരും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ്. ശ്രീ അനിൽകുമാർ, ഒരു നിമിഷം ശ്രീ അനിൽകുമാർ, ഞാൻ അദ്ദേഹത്തിൻ്റെ കോള് സാങ്കേതികമായി കട്ടായതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് വന്നത്. താങ്കളൊന്ന് ക്ഷമിക്കുക. ഞാൻ ശ്രീ മോൻ ജോസഫിലേക്ക്. ശ്രീ മോൻ ജോസഫ് MLA, ശരിക്കും PJ ജോസഫ് സാർ റെപ്രസെൻ്റ് ചെയ്യുന്ന താങ്കളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ ജോസ് കെ മാണിയുടെ വരവ് കൊണ്ട് എന്ത് രാഷ്ട്രീയ വിനാശം ഉണ്ടാകും എന്നാണ് നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ഭയപ്പെടുന്നത്? ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഞങ്ങൾക്ക് ജോസ് കെ മാണി വിഭാഗം ഇല്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ശക്തി തെളിയിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും ഉപതെരഞ്ഞെടുപ്പുകളിലും അതിനുശേഷമുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസിന് മാത്രമല്ല UDF ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച് വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഭയപ്പാടിൻ്റെ കാര്യമില്ല. ഇനി അവർ വരണമെങ്കിൽ വന്നോട്ടെ, ഞങ്ങൾ അതിന് വരുന്നതിനൊന്നും ഞങ്ങളെതിരല്ല. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആരുടെയെങ്കിലും പുറകെ നടന്ന് വരുന്നുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരു പരിപാടി നമുക്ക് നാണക്കേടുണ്ടാക്കുക, UDF ദുർബലപ്പെടുത്തുന്ന ഒരു ഇടപാട് ഇക്കാര്യത്തിൽ സംഭവിക്കരുത്. ഇതാണ് കേരള കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാട്. ഇനി നാളുകളിൽ അവർ വരികയാണെങ്കിൽ അവരവരുടെ UDF ഒരു ഘടകകക്ഷിയായി നിന്ന് അവർ പ്രവർത്തിക്കണമെങ്കിൽ പ്രവർത്തിച്ചോട്ടെ. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി UDF എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും UDF ഉറച്ച നിലപാടോടെ നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ UDF ആത്മാർത്ഥമായി നിലകൊണ്ടപ്പോൾ UDF നേതൃത്വം, അത് UDF ആദ്യത്തെ കൺവീനറുമാണ് ശ്രീ PJ ജോസഫ് സാർ. അതുകൊണ്ട് തന്നെ UDF PJ ജോസഫ് സാറിനെയും കേരള കോൺഗ്രസിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടല്ലാതെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കും പോകില്ല എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്.
ഇനി അതിനപ്പുറത്ത് ഇവർ ആരെങ്കിലുമൊക്കെ ചേരണമെങ്കിൽ UDF-ന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ വേണ്ടി ചേരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ SKനോട് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ അത്തരം ഒരു സാഹചര്യങ്ങൾ ആ പാർട്ടി വ്യക്തമാക്കട്ടെ. അവർ വ്യക്തമാക്കിയാൽ അതിന്റെ ഭാഗമായി UDF-ലെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറായിരിക്കും. അത് അത്തരം ഒരു ഘട്ടത്തിൽ മാത്രമാണ്. ഇപ്പോൾ ഇത് വെറും അഭ്യൂഹമാണ്. ഇത് വാർത്തകളിൽ മാത്രമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ പാർട്ടി അത് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അനിൽകുമാർ CPM പ്രതിനിധി അടക്കം പറയുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇങ്ങനൊരു കാര്യം നിൽക്കുന്നതിനിടയിൽ സംഭവിക്കും എന്ന് പറയേണ്ട കാര്യം ഞങ്ങൾക്ക് എന്തായിരിക്കുന്നത്? ഭയപ്പെടേണ്ട കാര്യം ഞങ്ങൾക്ക് എന്തായിരിക്കുന്നത്? ഞങ്ങൾ ശക്തമായ ജനകീയ അടിത്തറയുമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അത് LDF-ൽ നിന്ന കാലത്തും UDF-ൽ നിന്ന കാലത്തും ഞങ്ങളത് പാർട്ടി തെളിയിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഇപ്പോൾ ബഹുമാനനായ ശ്രീ അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ അദ്ദേഹം സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. CPM പാർട്ടിയുടെ തലത്തിൽ അദ്ദേഹം ആ ജോലി അദ്ദേഹം ചെയ്യേണ്ട ആളാണ്, അത് ചെയ്യുന്നു, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ KM മാണി സാറിനെ ബാർക്കോഴ കേസുമായി ബന്ധപ്പെടുത്തി കോഴമാണി എന്ന നിലയിലേക്ക് ഒരു പദപ്രയോഗം ഞങ്ങൾ ആരും അത് ആഗ്രഹിച്ചതല്ല. അങ്ങനെ കേരളം മുഴുവൻ വേട്ടയാടിയ ഒരു കാലഘട്ടത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മാണി സാറിനെ അനുവദിക്കാതെ നിയമസഭയ്ക്കകത്ത് കോലാഹലങ്ങൾ ഉണ്ടാക്കിയപ്പോൾ KM മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന UDF-ന്റെ തീരുമാനത്തിന് വേണ്ടി ഉറച്ചു നിന്ന് മാണി സാറിനെ കരവലയത്തിനുള്ളിലാക്കി നിയമസഭയിൽ കൊണ്ടുവന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച MLA-മാരാണ് ഞങ്ങൾ. UDF ഒറ്റക്കെട്ടായി ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ ടീം UDF എന്ന നിലയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റിനെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞ LDF-നെ മുട്ടുമടക്കിച്ചുകൊണ്ട് അവർ മുട്ടുമടക്കുമല്ല, അവർ സത്യം പറഞ്ഞാൽ അന്ന് നിയമസഭയിൽ നടത്തിയ പ്രപഞ്ചങ്ങൾ എല്ലാവർക്കും അറിയാം. അതിനെല്ലാം ഇടയിലും മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. മാണി സാറിനെ പിന്നീട് വേട്ടയാടിയ സന്ദർഭങ്ങളിലെല്ലാം മാണി സാറിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി ഞങ്ങൾ നിന്നിട്ടുണ്ട്. മാണി സാറിന്റെ മരണം വരെ അദ്ദേഹം UDF ആയിരുന്നു. ഐക്യ കേരള കോൺഗ്രസ് മാണി സാറിന്റെ മരണം വരെ UDF ആയിട്ട് തന്നെ നിന്നിട്ടുണ്ട്. മാണി സാറിന്റെ മരണശേഷം PJ ജോസഫ് സാറിന്റെയും CF തോമസിന്റെയും നേതൃത്വത്തിൽ സീനിയർ നേതാക്കൾ നേതൃത്വം കൊടുത്ത് കേരള കോൺഗ്രസ് മുന്നോട്ട് പോകട്ടെ എന്നെല്ലാവരും ആഗ്രഹിച്ചപ്പോൾ അതിന് വിഘാതമായ നിലപാടുകൾ വന്നപ്പോഴാണ് പാർട്ടിയിൽ പ്രശ്നമുണ്ടാകുന്നത്. അത് പിന്നീട് LDF-ലേക്ക് ജോസ് കെ മാണി വിഭാഗം പോകാൻ ഇടയായി. ആരും ഇവിടെ പുറത്താക്കിയതല്ല, അവർ LDF-ലേക്ക് പോയതാണ് എന്നൊരു വസ്തുതയാണ്. പിന്നെ സാങ്കേതികത്വങ്ങൾ പറയാമെന്നുള്ളതുള്ളൂ. അങ്ങനെ പോയ ശേഷം അവരിപ്പോൾ LDF നിൽക്കുന്നു. LDF തന്നെയാണ് അവർ തുടരുന്നതെങ്കിൽ ഞങ്ങൾ പറയുന്നത് പിന്നെ ആ പാർട്ടി UDF-ലേക്ക് വരുന്നതിനെ കുറിച്ച് പൊതു ചർച്ചയുടെ ആവശ്യമില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉറച്ച നിലപാടാണ്. അത് പൊതു ചർച്ചയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാട് ആദ്യം വരട്ടെ. അവരെന്തെങ്കിലും മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ UDF ചർച്ച ചെയ്യുമ്പോൾ അതിനോട് സഹകരിച്ചു നിന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കും. താങ്ക് യു ശ്രീ മോൻ ജോസഫ്. ഞാനിനി അഡ്വക്കേറ്റ് അനിൽകുമാറിലേക്ക്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇത് നമ്മൾ ഒരു ദുരൂഹമായ ചർച്ചയാണെന്ന് വിചാരിക്കേണ്ട, ഒരു അന്തരീക്ഷത്തിൽ നടന്ന ചർച്ചയാണെന്നും വിചാരിക്കേണ്ട. ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ചർച്ച ഒരാഴ്ചയൂടെ നീട്ടിവെച്ചാൽ ചിലപ്പോൾ ഈ ചർച്ചയുടെ ആവശ്യം വേണ്ടി വരില്ല. കാരണം ഈ യാഥാർത്ഥ്യം സംഭവിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഇപ്പോഴും ശ്രീ അനിൽകുമാർ വിശ്വസിക്കുന്നുണ്ടാകും LDF ക്യാമ്പിൽ തന്നെ ജോസ് കെ മാണി തുടരും എന്ന്. താങ്കൾ ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് സംരക്ഷണം കൊടുത്ത പ്രസ്ഥാനം തന്നെയാണ് ഈ കേരള കോൺഗ്രസ് എം, അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ പിന്നെ LDF-ന്റെ വഴി? ഒന്ന്, ബഹുമാനപ്പെട്ട KM മാണി സാറിനെ ബഹുമാനിച്ചത് രമേശ് ചെന്നിത്തലയാണ്. 10 കോടി രൂപയാണ് ബാർക്കോഴ അഴിമതിയിലെ UDF-കാർ മൊത്തം വാങ്ങിയത്. അതിൽ KM മാണി സാറിന്റെ പേരിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ FIR എടുത്തു. KM മാണി സാറിന് താമപത്രം കൊടുത്തതാണോ, ആദരവ് കൊടുത്തതാണോ, പൊന്നാട കൊടുത്തതാണോ FIR? എന്നിട്ട് KM മാണി സാറിന്റെ വീട്ടിൽ ചെന്ന് തൂണെന്ന് അളന്നു നോക്കി. എന്താ അളന്നു നോക്കിയത്? രമേശ് ചെന്നിത്തലയുടെ ആഫീസിൽ കൊണ്ട് 1 കോടി രൂപ കൊടുത്തു എന്ന് ബി രമേശ് മൊഴി കൊടുത്തതല്ലേ? അതിന് FIR ഉണ്ടോ? അപ്പൊ ബാർക്കോഴ കേസ് ചർച്ച ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ KM മാണി സാർ തന്നെ എന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന കാര്യം പറഞ്ഞ് മറന്നുപോയോ? അതിന്റെ തുടർച്ചയായി ബഹുമാനപ്പെട്ട ജോസ് കെ മാണി നിലപാട് സ്വീകരിച്ചു അവരുടെ പാർട്ടി. ആ പാർട്ടി ഇന്ന് കേരളത്തിൽ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട മോൻ ജോസഫിന്റെ പാർട്ടിയേക്കാൾ വലിയ പാർട്ടിയാണ്. സംശയമൊന്നുമില്ല, വലിയ പാർട്ടിയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടായതോടുകൂടി രാഷ്ട്രീയമൊന്നും മാറില്ല, അവരും മാറില്ല. നിങ്ങള് ഇപ്പൊ തന്നെ ഒരു കാര്യത്തിൽ ബഹുമാനപ്പെട്ട SKനോട് ഞാൻ ശ്രദ്ധിക്കാൻ പറയുകയാണ്. ഈ ചർച്ചയിൽ കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ഒരേ അഭിപ്രായമാണോ? അല്ല. ഒരു ചർച്ചയും നടക്കുന്നുണ്ട് എന്ന് കേരള കോൺഗ്രസിന്റെ ജോസഫ് ഗ്രൂപ്പ് പറയുന്നില്ല. അതിനർത്ഥം എന്താണ്? ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഒളിച്ചും പാത്തും തെറ്റായ ഒരു ചർച്ച ഉണ്ട് എന്ന് കള്ളക്കഥ ഉണ്ടാക്കുന്നു കോൺഗ്രസ്.
എന്നിട്ട് ബഹുമാനപ്പെട്ട SK എന്നോട് പറയുകയാണ്, എന്താണ് പറയുന്നത്, സോണിയാഗാന്ധി നിഷേധിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ സോണിയാഗാന്ധിയുടെ കാര്യം പറയുന്നത്. അല്ല, ഗോവർദ്ധൻ സോണിയാഗാന്ധി വരെ പോകണ്ട. ഞാൻ പറയുന്നത് KC അല്ലല്ല, വേണുഗോപാൽ ഞാൻ അല്ലെങ്കിൽ പറയുന്നത് ജോസ് കെ മാണി. സോണിയാഗാന്ധി വിളിച്ചു. ജോസ് കെ മാണി നിഷേധിച്ചല്ലോ. ഞങ്ങൾ LDF-ൽ തുടരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ പറഞ്ഞാൽ 2 തവണ പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകളുണ്ടോ കള്ളക്കഥ ഉണ്ടാക്കാൻ? അവരഭിമാനമുള്ളവരാണ്. സോണിയാഗാന്ധിക്ക് മാനമുണ്ടോ? വേണുഗോപാൽ മാനമുണ്ട്. എന്ത് വേണം? സോണിയാഗാന്ധിയുടെ പേരിൽ കേരളത്തിൽ കനകോലൂർ കള്ളക്കഥ ഉണ്ടാക്കി. ശ്രീ അനിൽകുമാർ, ഒരു അല്പസമയം ബഹുമാനപ്പെട്ട SK ഒരു മറുപടി അതിനിരയായി തീർന്നു. ശ്രീ മോഹൻ ജോസഫിന് എന്തോ പറയാൻ വേണ്ടി അദ്ദേഹം കൈ കാണിക്കുന്നുണ്ട്. അല്ല, താങ്കൾ ഒരു ഞാൻ നിമിഷം ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട SK അതിന് ഇരയായി തീർന്നു. ഞാൻ ഇരയായെന്നാണോ പറയുന്നത്? ബഹുമാനപ്പെട്ട SK അതിന് ഇരയായി തീർന്നു. എന്താണ് SK? കനകോലു ഉണ്ടാക്കിയ കള്ളത്തരത്തിന്, കള്ളപ്രചാരണത്തിന് SK പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇരയായി. അതാണ് എന്റെ കേസ്. ഞാൻ ബഹുമാനപ്പെട്ട ജോൺ മുണ്ടക്കയത്തെ ആദരിക്കുന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ കുറിച്ച് എഴുതിയിൽ ഞാൻ ആദരവോടെ അദ്ദേഹത്തെ കാണുന്നു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു പരാമർശം വ്യക്തിപരമായി നടത്തിയിട്ടില്ല. പല മാധ്യമ പ്രവർത്തകരും ഇതിന് വിധേയമായെന്നും അതിന്റെ ഭാഗമായി SK തന്നെ ഇരയായി തീർന്നത് കനകോലുവിന്റെ ഈ കുത്തിത്തിരിപ്പിനാണ്. നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കാനിടയായത് വ്യാജമായ സാധനം ഉത്പാദിപ്പിച്ചിട്ടാണ്. വ്യാജങ്ങൾ ഉത്പാദിപ്പിക്കുന്നു LDF-നെ തകർക്കാൻ. ഇടതുപക്ഷ ജനാധിപത്യത്തിന് നല്ല ചരിത്രബോധമുണ്ട്. ഞങ്ങളുടെ 1987 മുന്നണി. അഡ്വക്കേറ്റ് അനിൽകുമാർ, അല്ല, ഞാൻ ഇക്കാര്യത്തിൽ ഒരു ഇരയല്ലെന്ന് സമർത്ഥിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്റെ ഉള്ളിലുണ്ടെങ്കിലും എന്റെ മീഡിയ ഓണസ്റ്റി കൊണ്ട് എനിക്കതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. കാരണം ഞാൻ തന്നെ ഈ കാര്യത്തിൽ ഇന്ന് രാവിലെ പുറത്തു പറയാൻ പറ്റില്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, എനിക്ക് ചിലതൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ സ്വകാര്യമായിട്ട് ഞാൻ വേണമെങ്കിൽ അഡ്വക്കേറ്റ് അനിൽകുമാറിനോട് പറയുകയും ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ ഡയറക്റ്റ് നോളജ് വെച്ച വർത്താനം പറയുന്നത്. ഞാൻ കോട്ടയത്ത് അതിന്റെ നേതാക്കളുമായി സംസാരിച്ച ഡയറക്റ്റ് നോളജ് വെച്ച ഇന്നത്തെ എന്റെ അറിവും ഇന്നത്തെ അവരുടെ നിലയും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താ വന്നത്, ആ പോസ്റ്റ് ഇടുന്നതിന് മുമ്പുള്ള സംഭാഷണം എനിക്കറിയാം. ഓക്കെ, ശ്രീ അനിൽകുമാർ, എന്തായാലും ആ വിശ്വാസം താങ്കളെ രക്ഷിക്കട്ടെ. വരും ആഴ്ചകളിൽ നമുക്കത് അറിയാമല്ലോ. ശ്രീ മോഹൻ ജോസഫ് എന്തോ പറയാൻ ശ്രമിച്ചിരുന്നു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ ചൂണ്ടിക്കാണിച്ച ഇത്രേ ഉള്ളൂ. അഡ്വക്കേറ്റ് അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചു, കോൺഗ്രസിന്റെ പ്രതിനിധിയും കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയും രണ്ടായി സംസാരിക്കുന്നു. ഞങ്ങൾ രണ്ടായിട്ടല്ല സംസാരിച്ച്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒന്ന് തന്നെയാണ്. കാരണം കോൺഗ്രസിന്റെ പ്രതിനിധി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു, അത് സോണിയാഗാന്ധി ഈ ചർച്ചയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സോണിയാഗാന്ധിയെ പിന്നെ ഇവിടെ ഇതിൽ വലിച്ചടിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത് ശരിയല്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ശരിയല്ലേ? അത് ഇതിനകത്ത് അത് വരേണ്ട ഒരാവശ്യമില്ല. 2, കൊടിക്കുന്നിൽ സുരേഷും ഞാനും ഇപ്പൊ പറഞ്ഞത് മാത്രമല്ല, KC വേണുഗോപാൽ ഇന്ന് പിന്നെ പത്രക്കാരോട്, മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ്? ആദ്യം ജോസ് കെ മാണിയുടെ പാർട്ടി നിലപാട് വ്യക്തമാക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ സ്റ്റാൻഡ് അദ്ദേഹം പറഞ്ഞ സ്റ്റാൻഡ് തന്നെയാണ്. ആദ്യം അവർ വ്യക്തമാക്കട്ടെ, അതിനുശേഷമാണല്ലോ ഇത്തരം ഒരു കാര്യത്തിൽ ഈ സാധ്യതയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അത് വരട്ടെ എന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ പാർട്ടി UDF-ലേക്ക് വരുന്നതിനെ കുറിച്ച് അവരുടെ ഒരു അഭിപ്രായം വരട്ടെ, അതിനുശേഷം അക്കാര്യം ആലോചിക്കാം. അപ്പൊ ഇതൊരു പൊതുവായി നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. SK പറയുന്നത് മറ്റെന്തെങ്കിലുമൊക്കെ ചർച്ചകൾ നടന്നതായിട്ടുള്ള സൂചനകൾ വെച്ചായിരിക്കാം, ഞങ്ങൾക്കറിയില്ല. എന്തായാലും UDF-ൽ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു വ്യക്തമായ നിലപാടുണ്ട്. ഏതെങ്കിലുമൊക്കെ കുറച്ച് കക്ഷികളുടെ കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ UDF യോഗത്തിൽ ചർച്ച ചെയ്തു. അവരെയൊക്കെ കുറച്ചുപേരെ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇനിയും കക്ഷികൾ UDF-ലേക്ക് വന്നേക്കാം. UDF-ന്റെ ജനകീയ അടിത്തറയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് UDF-നോട് ചേർന്ന് നിന്ന് പോകുന്നതാണ് ഇനി നല്ലത് എന്ന് കരുതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ LDF വിട്ട് UDF-ലേക്ക് വരാൻ തയ്യാറായാൽ അവരെ എടുക്കുന്നതിനെ കുറിച്ച് UDF ഉഭയകക്ഷി ചർച്ചയും പൊതുവായ ചർച്ചയും നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതാരാണെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരാണ് പറയേണ്ടത്. അവർ പറഞ്ഞ് മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ UDF-ൽ തുറന്ന് ചർച്ച ചെയ്യാൻ കഴിയും. പക്ഷേ അനിൽകുമാർ ചൂണ്ടിക്കാണിച്ച ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ പറയട്ടെ. ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയമായി ഞങ്ങളെക്കാൾ വലിയ പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ പാർട്ടി എന്ന് പറഞ്ഞു. ശരിയായിരിക്കും, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഒരു സത്യമുണ്ട്, ആ വലിയ പാർട്ടി LDF-ന്റെ കൂടെ നിന്ന് ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. തോൽവികൾ മാറി മാറി വരാം. ഞങ്ങളൊക്കെ തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. LDF-ലേക്ക് പോയ ശേഷം 99 സീറ്റ് പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വരാൻ വേണ്ടി നേടിയെടുത്ത കാലഘട്ടത്തിൽ ആ 99ന്റെ ആനുകൂല്യത്തിൽ 5 MLA-മാർ ഉണ്ടായെന്നുള്ളത് ശരിയാണ്. പക്ഷെ പിന്നീട് തിരിച്ചടികളുടെ കാലമാണ്. ലോക്സഭാ ഇലക്ഷനിൽ കോട്ടയത്ത് അനിൽകുമാർ നേതൃത്വം കൊടുത്തുകൊണ്ട് പിണറായി വിജയന് വേണ്ടി കോട്ടയത്ത് LDF-ന്റെ സ്ഥാനാർത്ഥിയായി UDF-ൽ നിന്ന് ജയിച്ച ചാഴികാടനെ മറുമുന്നണിയിൽ നിർത്തി മത്സരിപ്പിച്ചു. അദ്ദേഹം 1 ലക്ഷത്തോളം വോട്ടിന് തോറ്റു. UDF സീറ്റ് തിരിച്ചു പിടിച്ചു. കോട്ടയം പാർലമെന്റ്
ജോസ് കെ മാണിയും LDFും പരാജയപ്പെട്ടപ്പോൾ അവിടെ ഐക്യജനാധിപത്യ മുന്നണി 1,87,000 വോട്ടിന് വിജയിക്കുകയാണ് ഫ്രാൻസിസ് ജോർജ്. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിൽ 1000-ലധികം സീറ്റിൽ ജോസ് കെ മാണിയുടെ പാർട്ടി LDF സീറ്റ് കൊടുത്തു. പക്ഷെ ജയിച്ചത് കുറവാണ്. ജോസ് കെ മാണിയുടെ പാർട്ടി LDFിന്റെ കൂടെ നിന്ന് അവർ ജയിച്ചതിനേക്കാൾ 250 സീറ്റ് കൂടുതൽ UDF നിൽക്കുന്ന PJ ജോസഫിന്റെ പാർട്ടി ജയിച്ചു. ഞങ്ങൾ കൊച്ചു പാർട്ടിയാണെങ്കിലും കൂടുതൽ സീറ്റിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വിജയത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളെയും ചെറുതായി കാണണ്ട. നിങ്ങളുടെ കൂടെ വലിപ്പത്തിൽ നിൽക്കുന്ന നമ്പർ ഇനി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ജനങ്ങളാണ് വലുത്. ആ ജനശക്തിയുടെ മുൻപിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും. അതിൽ കേരള കോൺഗ്രസിനും അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകും. ആ കൂടെ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിലപാട് വ്യക്തമാക്കട്ടെ. അതേക്കുറിച്ച് UDF ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, താങ്ക് യു ശ്രീ മോഹൻ ജോസഫ്. ഞാൻ കൊടുക്കുന്ന സുരേഷിലേക്ക്. ശ്രീ കൊടുക്കുന്ന സുരേഷ്, എപ്പോഴും രാഷ്ട്രീയത്തിൽ അമിതമായി ആത്മവിശ്വാസം ഉണ്ടാകുന്ന പലപ്പോഴും പരാജയത്തിന് വഴിമരുന്നാകുന്നുണ്ട്. ഇപ്പോൾ UDF വളരെ അസാധാരണമായ ഒരു ആത്മവിശ്വാസം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ നേതാക്കന്മാരുടെ വാക്കുകളിലൊക്കെ വളരെ വളരെ പ്രകടമാകുകയും ചെയ്യുന്നു. നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ സംസാരിക്കുന്ന ചില നേതാക്കന്മാരെ പോലും നമ്മൾ കാണുന്നു ഓരോ ദിവസവും. എന്താണ് ഇത്രയധികം ഒരു ആത്മവിശ്വാസത്തിനുള്ള കാരണം? ഞാൻ ആദ്യമേ തന്നെ ശ്രീ മോഹൻ ജോസഫിനെ അഭിനന്ദിക്കുകയാണ്. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDFിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട് വളരെ സ്വാഗതാർഹമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടും ഞങ്ങളുടെ നിലപാടും എല്ലാം ഒന്ന് തന്നെയാണ്. 2 കേരള കോൺഗ്രസുകളെ UDFിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ശ്രീ K കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്, ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റൊക്കെ കേരളത്തിൽ ഭരണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 കേരള കോൺഗ്രസ്സായി UDFിൽ നിന്ന് UDFിൻ്റെ ഭരണത്തിൽ വന്ന് മുന്നോട്ട് പോയ കാലഘട്ടമുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി വരുന്നത് കൊണ്ട് ജോസഫ് ഗ്രൂപ്പിന് എന്തെങ്കിലും കോട്ട സംഭവിക്കുമെന്നോ എന്തെങ്കിലും കുറവ് സംഭവിക്കുമെന്നോ ഒരിക്കലും കരുതേണ്ട കാര്യമില്ല. ജോസഫ് ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ വിഭാഗം UDFിലേക്ക് വന്നാൽ അവരുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്താൻ UDF തയ്യാറാണ് എന്ന് ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അത് ശ്രീ SK ഞങ്ങളെക്കാൾ കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് അറിയാവുന്ന ആളാണെന്നാണ് അങ്ങയുടെ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും സുരേഷ്, ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറയാം. നേരിട്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇത്തരമൊരു ചർച്ച നടത്താൻ ഞാൻ തയ്യാറായത്. അല്ലെങ്കിൽ താങ്കൾക്കറിയാമല്ലോ, ഒരു കേട്ടുകേൾവി ചോദിച്ചിട്ട് ചർച്ചയൊന്നും നടത്താൻ ഞാൻ ഇറങ്ങിത്തിരിക്കില്ല ഈ വയസ്സാം കാലത്ത് എന്ന് താങ്കൾക്കറിയാമല്ലോ. തീർച്ചയായിട്ടും അങ്ങയെ ഞാൻ ഖണ്ഡിക്കുകയല്ല. അങ്ങയുടെ അഭിപ്രായത്തെ എന്നോട് വിയോജിപ്പല്ല. തീർച്ചയായിട്ടും അങ്ങേക്ക് വളരെ റിലയബിൾ സോഴ്സിൽ നിന്നുള്ള വിവരം കിട്ടിയത് കൊണ്ടായിരിക്കും അങ്ങ് തുടക്കം മുതലേ ഈ കാര്യം പറയുന്നത്. അതിനകത്ത് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമില്ല. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ് എന്ന് ഞാൻ SK പോലെയുള്ള ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ കാര്യം തീർച്ചയായിട്ടും അതിനകത്ത് ശരിയുണ്ടാകും, അല്ലെങ്കിൽ അത് ഒരിക്കലും ഒരു തെറ്റാകാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ അല്ലെങ്കിൽ SK പറഞ്ഞ കാര്യം നടക്കുമെന്നാണ് അങ്ങ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അത് അങ്ങനെ ആകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്, ആശിക്കുകയാണ്. നിങ്ങൾ താങ്കൾ പറഞ്ഞത് അല്ല, താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം ഈ ആത്മവിശ്വാസം മുന്നണി സംവിധാനം ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ കുറിച്ച് ചോദിച്ചത്. ഞങ്ങൾ പിന്നെ ആത്മവിശ്വാസത്തിലല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ കൂടിയ ഞങ്ങളുടെ കോൺക്ലേവിൽ എടുത്ത തീരുമാനം ഞങ്ങൾ ഭരണത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്. 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പ്രതിപക്ഷ മുന്നണിയല്ല, മറിച്ച് 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 100 സീറ്റ് നേടി അധികാരത്തിൽ വരാൻ പോകുന്ന മുന്നണിയും പാർട്ടിയുമാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തെ ഒരു പാർട്ടിയോ ഒരു മുന്നണിയോ അല്ല. ഞങ്ങൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന അടുത്ത 3 മാസക്കാലത്തിനിടയിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടി അതിൽ മുകളിൽ സീറ്റ് നേടി അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടിയും മുന്നണിയുമാണ് ഞങ്ങളുടേത്. അത് ഞങ്ങളുടെ ആത്മവിശ്വാസം, അതിന് ഒരു കുഴപ്പവുമില്ല. ആ ആത്മവിശ്വാസം കേരളത്തിന്റെ മണ്ണിൽ നടക്കും. അത്രയേറെ ജനങ്ങൾ വെറുക്കപ്പെട്ട ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി മാത്രം നേരിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെ ഇനി ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിൽ വരാൻ അനുവദിക്കില്ല. അതുകൊണ്ട് 3ാം പിണറായി സർക്കാർ എന്നത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായി മാത്രം അവസാനിക്കും. ഓക്കെ, താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ജോൺ മുണ്ടകൻ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഒറ്റ കാര്യം മാത്രം, ഒരുപക്ഷെ നമ്മൾ ഇത്രയും ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്തരം മുന്നണി മാറ്റങ്ങളെ ഒരു മാധ്യമപ്രവർത്തന എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ മുന്നണി മാറ്റങ്ങൾ എപ്പോഴും അധികാരത്തിന് വേണ്ടി കേരള കോൺഗ്രസിനെ എന്ന പാർട്ടിയെ സംബന്ധിച്ച്
ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പുണ്ട്, മാണി ഗ്രൂപ്പുണ്ട്. നമുക്കറിയാം കേരള കോൺഗ്രസ് 1964 രൂപം കൊണ്ടതിന് ശേഷം ഇതുവരെ 13 തവണ പിളർന്നിട്ടുണ്ട്, 6 തവണ ലയിച്ചിട്ടുണ്ട്. ഈ ഷഷ്ടബ്ദപൂർത്തി കഴിഞ്ഞ ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയെ സംബന്ധിച്ച് എല്ലാവരുടെയും ആദർശം നിലപാടുകളെല്ലാം ഒന്ന് തന്നെയാണ്. അധികാരത്തിന് വേണ്ടിയാണ്. അധികാരത്തിലൂടെ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ മുന്നണി മാറ്റം എപ്പോഴും അധികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരള കോൺഗ്രസിൻ്റെ 2 ഘടകങ്ങൾ. ഇവരെല്ലാം ഈ ഇടതുപക്ഷത്തും വലതുപക്ഷത്തും എല്ലാം മാറി മാറി പോയിട്ടുണ്ട്, ഭരിച്ചിട്ടുമുണ്ട്. അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് CPM ഇവരെല്ലാം മാറി മാറി ഉപയോഗിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇപ്പം നാളെ ജോസ് കെ മാണി UDFിലേക്ക് പോകുന്നു പറഞ്ഞ് CPM കണ്ണീർ വാർത്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഇത് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയതും അതുപോലെ തന്നെ അവർ തിരിച്ചിങ്ങോട്ട് പോരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ചർച്ച ചെയ്യാതെ പോയ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം കൂടി. പാലാ സീറ്റ് തീർച്ചയായിട്ടും ജോസ് കെ മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണിയുടെ വലിയൊരു പ്രശ്നമാണ്. അദ്ദേഹത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ സീറ്റ് വീണ്ടെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. ആ സീറ്റ് വീണ്ടെടുക്കണമെങ്കിൽ അതിനും അദ്ദേഹത്തിന് UDFിലേക്ക് വന്നേ പറ്റൂ. അത് വീണ്ടെടുക്കുക മാത്രമല്ല അത് വിജയിക്കുകയും വേണം. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എത്രമാത്രം സീറ്റ് നേടിയാലും എത്രമാത്രം വളർന്നാലും അദ്ദേഹത്തിന് തട്ടകമായ പാലായിൽ ആ സീറ്റ് അദ്ദേഹത്തിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് ക്ഷീണം തന്നെയായിരിക്കും. ഏത് നിലയിൽ നോക്കിയാലും ജോസ് കെ മാണിയെ സംബന്ധിച്ച് UDFിലേക്ക് വരികയല്ലാതെ മറ്റു മാർഗമില്ല. താങ്ക് യു ശ്രീ ജോൺ മുണ്ടകയം. ശ്രീ അനിൽകുമാർ, ഒരു 30 സെക്കൻഡ് താങ്കൾക്ക് എടുക്കാം. താങ്കൾക്ക് ഒരു മറുപടി പറയണം എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്. നല്ല ആത്മവിശ്വാസം LDFനുണ്ട്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റത് 2010 2011 തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. എന്തായിരുന്നു LDF? ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടി? ആ ചരിത്രം ബഹുമാനപ്പെട്ട മോൻസ് ജോസഫിന് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് അങ്ങനെ ആകെ ദുർബലമായെന്ന് കരുതണ്ട. 2009 PJ ജോസഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളുടെ കൂടെ നിന്ന് പോയി, ബഹുമാനപ്പെട്ട മോൻസ് പോയി, ഞങ്ങളാകെ തകർന്നു പോയോ? ബഹുമാനപ്പെട്ട മോൻസ് ആലോചിച്ച നമ്മൾ ഒരുമിച്ച് നിന്നല്ലേ, ഞങ്ങൾ തകർന്നു പോയില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിനകത്ത് UDF ഉണ്ടാക്കുന്ന ഒരു അട്ടിമറിയുടെ ഗൂഢാലോചനയാണ്. ഇത് വ്യാജ നിർമ്മിതിയാണ്. ആ നിർമ്മിതിക്ക് മാധ്യമപ്രവർത്തകർ ഇരയാകുന്നു, SKN ഇരയാവുകയാണ്. അതിനപ്പുറത്തൊന്നും ഇന്നത്തെ രാത്രിയിൽ എനിക്ക് പറയാനില്ല. ഈ കെട്ടുകഥ ഈ കേരളത്തിലെ ജനങ്ങൾ പൊളിക്കും. ഇതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. താങ്ക് യു ശ്രീ അനിൽകുമാർ. ഞാനൊരു വാദപ്രതിവാദത്തിനില്ല, ഞാൻ ഒരു ഇരയായിട്ടില്ല എന്ന് മാത്രം പറയുന്നു. മാത്രമല്ല, ഒരാഴ്ചയ്ക്കകം സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളോടാണ് ഈ അഡ്വക്കേറ്റ് അനിൽകുമാർ പ്രതികരിക്കുന്നത് എന്ന് മാത്രം പറയാം. കാരണം നാളെയും നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടാകുമല്ലോ, നമുക്ക് അപ്പോൾ വിലയിരുത്താം. എന്തായാലും ചേരി മാറ്റവും മുന്നണി മാറ്റവും കുറച്ചുകൂടി സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്ത് നമ്മൾ കാണുന്നു. അപ്പോൾ സ്പെഷ്യൽ എൻകൗണ്ടർ അവസാനിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഗുഡ് ബൈ. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.